Start. Say, No, admit ചെയ്യാം. ജസ്റ്റ് ഒന്ന് അഡ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇതില് സ്ക്രീൻ റെക്കോർഡിംഗ് ഷോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അതുമ്പാടെ ചേർന്നിട്ടാണ് വരുന്നത്. PPT പാടെ ചേർന്നിട്ടായിരിക്കും. Hi, good morning to all. ഒരു ഓൾ മ്യൂട്ട് കൊടുക്കോ മനോജ് സാറേ? റെഡിയാണോ? ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് പ്രഭാതം എഴുന്നേറ്റപ്പോൾ ഒരു സന്തോഷവും അതേപോലെ തന്നെ കുഞ്ഞു സങ്കടങ്ങളുമായി എന്ത് ചെയ്തു, നമ്മൾ ഈ പ്രഭാതം എഴുന്നേറ്റ സമയത്ത് ഒരു ന്യൂസ് കാണാനിടയായി. ഒന്നുമില്ല, നമ്മുടെ എസ് ജാനകി നമ്മളോട് വിട പറഞ്ഞ ഒരു ദിവസമായിരുന്നു അല്ലെ. മിഴിയോരം നിലാവായലോ പനനീർമണിയോ കുളിരോ മഞ്ഞിൽ വിരിഞ്ഞ പറയൂ നീ ഇളം പൂവേ. ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു വരികളില്ല. ഇന്ത്യൻ സംഗീത ലോകത്തെ അതുല്യ പ്രതിഭയും ദക്ഷിണേന്ത്യയിലെ വാനമ്പാടിയുമായ എസ് ജാനകി നമ്മളോട് വിട പറഞ്ഞു. ആന്ധ്രാപ്രദേശിൽ വെച്ച് ദക്ഷിണേന്ത്യൻ ഭാഷകളായി ഏകദേശം 1,00,000-ഓളം ഗാനങ്ങൾ ആലപിച്ച ജാനകി അമ്മ മലയാളികളുടെ ഹൃദയത്തിൽ മാറാതെ ഗാനം രചിച്ച, മറയാതെ എപ്പോഴും ഒരു എപ്പോഴും നമ്മുടെ മനസ്സിൽ വിരിഞ്ഞു നിൽക്കുന്നതാണ് എസ് ജാനകി. മലയാളത്തിലെ ഹിറ്റ് തുമ്പിന്റെ നമുക്കൊരിക്കലും മറക്കാനാവാത്ത വളരെയധികം പാട്ടുകൾ, 1,00,000-ഓളം പാട്ടുകൾ പാടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഏകദേശം 3/4 ഭാഗത്തോളം ഈ സംഗീത ലോകത്തിന് വേണ്ടി മാറ്റിവെച്ച ഒരു അപൂർവ പ്രതിഭ. The meeting is connection with Coffee Talks hereby called to order. JCI വളാഞ്ചേരി റോയൽസ് ആൻഡ് JCI നിലമ്പൂർ ഈ ദിവസത്തിലേക്ക് JCI കോഫി ടോക്കിന്റെ പ്രണായം ആരംഭിച്ചു. അതേപോലെ തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന് വെൽക്കം പറയാൻ വേണ്ടി അമ്മിണി മാമത്തെ ഇൻവൈറ്റ് ചെയ്യുന്നു. I would like to invite അമ്മിണി മാമൻ today this program's welcome speech. Thank you. Thank you മുജീബ് സാർ. നമ്മുടെ ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. കോഫി ടോക്കിന്റെ 942ാമത്തെ ദിവസം JCI വളാഞ്ചേരി റോയൽസും JCI നിലമ്പൂർ ഗോൾഡൻ വാലി ഡാഫോഡിൽസും ചേർന്ന് നടത്തുന്ന ഈ പ്രയാണം നമ്മുടെ ഇന്നത്തെ ക്ലാസ് നയിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് ശ്രീജന മേഡമാണ്. മേഡത്തെയും അതുപോലെ നമ്മുടെ ചെയർമാൻ മുജീബ് സാറിനെ ആദ്യമായി ഞാൻ വെൽക്കം ചെയ്യുന്നു. അതുപോലെ തന്നെ ശ്രീജന മേഡത്തെയും വെൽക്കം ചെയ്യുന്നു. അതുപോലെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ മെമ്പേഴ്സിനെയും എല്ലാ ഡയറക്ടർമാരെയും എല്ലാവരെയും ഇത് കേൾക്കാനായിട്ട് നമ്മുടെ ഈ കോഫി ടോക്കിൽ എല്ലാ ദിവസവും രാവിലെ എത്തിച്ചേരുന്ന എല്ലാവരെയും JCI മെമ്പേഴ്സിനെയും എല്ലാവരെയും ഞാൻ ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ചെയർമാന് ഞാൻ ഈ ഫ്ലോർ ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഓക്കെ സാർ, താങ്ക് യു. മികച്ചതായി വളരെ ചെറിയ ഷോർട്ട് പീരീഡിന്റെ ഉള്ളിൽ വളരെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വെൽക്കം സ്പീച്ച് പറയാ എന്ന് ഐ അപ്രീഷിയേറ്റ് ചെയ്യും. ആൻഡ് നമ്മുടെ ഇന്നത്തെ ട്രെയിനർ, അതായത് ഈ 942ാമത്തെ ഈ ട്രെയിനിങ് പ്രോഗ്രാമില് ഈ 942 ദിവസങ്ങളൊക്കെ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന, കട്ടക്ക് ഉണ്ടായിരുന്ന ഒരു ഫാമിലി മെമ്പറും കൂടിയാണ് ശ്രീജന മാം. എപ്പോഴും നമുക്കൊരു റിംഗ് ട്യൂൺ പോലെ ഒരു ശബ്ദം കേൾക്കാം, താങ്ക് യു. ഇത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ട്രെയിനർ മാത്രം. അവർക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ, അവരുടെ വായിൽ നിന്ന് അങ്ങനെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുള്ളൂ, കേൾക്കുള്ളൂ. എല്ലാവർക്കും പ്രിയങ്കരനാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമാണ്. ഇനിയും ജീവിതത്തിന്റെ അവസാനം വരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എല്ലാവരും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായി അല്ലെങ്കിൽ വേർഡ്സുകളായിട്ടൊക്കെ മാഡത്തിന് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ശ്രീജന
ശ്രീജന മാം മാസ്റ്റർ ഇൻ NLP മാസ്റ്റർ എടുത്ത ഒരാളാണ്, ടീച്ചറാണ്. മാത്തമാറ്റിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ്. A² + 2AB + B² tan തീറ്റ കോസ് തീറ്റ പിന്നെന്തൊക്കെ തീറ്റകളൊക്കെ ഇമ്പോഷൻ ചെയ്തിട്ടാണ് ഇതൊക്കെ പറഞ്ഞുള്ളത്. എന്തായാലും ബാലുശ്ശേരിയിലാണ്. ബാലുശ്ശേരി എനിക്ക് തോന്നുന്നു കൊയിലാണ്ടി കാലിക്കറ്റ് ആ ഭാഗത്താണ് തോന്നുന്നു. സോഫ്റ്റ് സ്കിൽ ട്രെയിനർ ആണ്. ഹോബി ഡാൻസിങ് ആൻഡ് റീഡിങ് ആൻഡ് നോവൽ. ഈ ഹോബീസ് ഡാൻസിങ് റീഡിംഗ് ഒക്കെ ആണെങ്കിൽ സ്കൂൾ കലോത്സവത്തിലൊക്കെ വളരെയധികം മികച്ചതായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ച ഒരു വ്യക്തി ആയിരിക്കും. അതേപോലെ തന്നെ കാലിക്കറ്റ് സഹോദര CBSE ടീച്ചർ കലോത്സവത്തിൽ മോണോ ആക്ടിൽ ഫസ്റ്റ് പ്രൈസ് ആൻഡ് A ഗ്രേഡ്. ഹസ്ബൻഡും പറഞ്ഞിട്ടുണ്ട് മോണോ ആക്ടിൽ ആളെന്താണ് ഫസ്റ്റ് പ്രൈസും A ഗ്രേഡും എന്തായാലും നേടിയെടുക്കും. അതിലുള്ള എല്ലാ കഴിവും എൻ്റെ കുട്ടിക്കുണ്ടെന്നുള്ള ഹസ്ബൻഡും പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ആൻഡ് ടീച്ചർ, കൗൺസിലർ, സോൺ ട്രെയിനർ, റീജിയണൽ കോർഡിനേറ്റർ ഓഫ് ദ JACയിൽ ഇപ്പോഴും റീജിയണൽ കോർഡിനേറ്റർ ആണ്. അതേപോലെ തന്നെ സോൺ 21 കൊയിലാണ്ടി റീജിയണിലെ മെമ്പറും കൂടിയാണ്. നമുക്ക് വെൽക്കം ചെയ്യാം. അതിന് ഉപകാരിയായി നമ്മളെ കോഫി ടോക്കിലെ പ്രിയങ്കരിയാണ്. എപ്പോഴും കോഫി ടോക്കുമായിട്ട് എന്ത് ചെയ്യും, എല്ലാ കാര്യങ്ങളും എല്ലാവരെയും ഒരു സഹോദരനെ തുല്യമായി കാണുന്ന, എന്നെ ഒരു കുട്ടിയായി കാണുന്ന ഒരു ശ്രീജിന ഇന്നത്തെ and the chief guest today, JFM and council teacher. I would like to welcome this floor 942 എന്നുള്ള ദിവസങ്ങളിലേക്ക് നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു. I hand over to floor to you for the 30 minutes program. Thank you, ma'am. Thank you. Thank you, Vijay sir. Thank you so much for a wonderful day. എനിക്ക് എപ്പോഴും കോഫി ടോക്കിനുള്ളത് അറിയുന്നത് ഒരു ആത്മബന്ധം അല്ലെങ്കിൽ ഹൃദയബന്ധം എന്ന് പറയുന്നത് തന്നെയാണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓഡിബിൾ അല്ലേ സാർ? കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പം ഈ ഒരു പിന്നെ കോഫി ടോക്കിന്റെ അല്ലെങ്കിൽ 7 AM മോർണിംഗ് ഡ്രൈവിന്റെ തലതൊട്ടപ്പനായ നമ്മളെ ഹിഷാം സാർ ഓർക്കാതെ ഒരു ദിവസം പോലും ഈ ഒരു കോഫി ടോക്കിൽ കയറാൻ പറ്റില്ല എന്നുള്ളത് വേണമെങ്കിൽ പറയാം. കാരണം എനിക്കൊരു ഓപ്പർച്യൂണിറ്റി, എന്നിലൊരു ടീച്ചർ എന്നതിലുപരി ഒരു ട്രെയിനർ ഉണ്ട് എന്ന് കണ്ടെത്തി തന്ന ആള് ഹിഷാം സാർ തന്നെയാണ്. ഹിഷാം സാറോട് ആദ്യം തന്നെ എന്റെ കടപ്പാട് അറിയിച്ചുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് പോവുകയാണ്. പിന്നെ ഈ ഒരു ഫ്ലോറിൽ കയറിയ സമയത്ത് എത്ര പെട്ടെന്നാണ് ഓരോരുത്തരും നമ്മുടെ ആരൊക്കെയോ ആയി തീർന്നത് എന്നുള്ള ഒരു ഫീലിംഗ് കൂടി എനിക്കുണ്ട്. കാരണം പരസ്പരം കണ്ടിട്ടില്ലെങ്കിൽ പോലും എപ്പോഴും എന്താ പറയാ കൂടുതൽ നമ്മൾ എപ്പോഴും എന്ത് ചോദിച്ചാലും നമുക്ക് തരാൻ പറ്റുന്ന ആളുകൾ, അതായത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഒരുപാട് പേര് ഇതിലുണ്ട്. അപ്പൊ അവരൊക്കെ ഓർത്തുകൊണ്ട് ഞാൻ എന്റെ ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോ ഓൾറെഡി നിങ്ങൾ എന്റെ പ്രസന്റേഷൻ കണ്ടിട്ടുണ്ടാവും, ആക്ട് ലൈക്ക് എ പത്തിരി. അപ്പൊ ആർക്കെങ്കിലും സംശയം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിവേ നമ്മളെ ഹോട്ടൽ ജീവനക്കാരൻ അവിടെ ഉണ്ടോ? ജീവനക്കാരനല്ല, മുതലാളിയാണല്ലോ അല്ലെ? അപ്പൊ ഒരു പത്തിരി ഉണ്ടാക്കാൻ പലവിധ ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതുപോലെ തന്നെ പത്തിരി ഉണ്ടാക്കാനും കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മൻസാറുടെ പിന്നെ മൻസാർ പറയട്ടെ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും. ഒരു പത്തിരി ഉണ്ടായി വരണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? 10 തിരി തിരിക്കണം. 10 തിരി തിരിക്കണം, പത്തിരിയാവും. അത് പണ്ട് 1ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. പത്തിരി വേണോന്ന് ചോദിക്കുമ്പോ കുട്ടികള് വേണമെന്ന് ഞാൻ പറയുന്ന സമയത്ത് കുട്ടികൾ പറയുന്നു 1 2 3 4 5 6 7 8 9 10. അങ്ങനെ പത്തിരി ആയതല്ല. അപ്പോ പത്തിരി ആക്ച്വലി ഉണ്ടാക്കുന്നത് എനിക്കറിയാം. വാട്ടിക്കുഴയ്ക്കണം. ഓക്കെ. പിന്നെ പത്തിരി പൊടി വേണം. പൊടി വേണം. ആ പൊടി നമുക്ക് എവിടുന്ന് എങ്ങനെ കിട്ടും? പച്ചരി കൊണ്ടുവന്ന് കഴുകി പച്ചരി നമ്മള് ഓക്കെ സെറ്റ്. ഓക്കെ, എന്നിട്ട് അത് നമ്മള് പരത്തി ആ തീയിലിട്ട് അല്ലെ, പാനിന്റെ മുകളിൽ ഇട്ടിട്ട് പൊന്തി വരുന്ന സമയത്ത് അവര് കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ. എന്നിട്ട് അത് നമ്മളെ ഫുഡിന്റെ കൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും കറിയുടെ കൂടെ കഴിക്കുമ്പോൾ അതിന്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് പറയാ, നമ്മളെ ജീവിതം എന്ന് പറയുന്നത് ഈ ഒരു പത്തിരി പോലെ ആയിരിക്കണം എന്നാണ്. കാരണം നമ്മൾ വിജയിക്കുന്ന ആളുകള് പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടാവുന്നതല്ല. അത് പതുക്കെ അല്ലെങ്കിൽ ജനിക്കുമ്പോഴേ ഉണ്ടാവുന്നതല്ല. പതുക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, രൂപാന്തരപ്പെട്ട് വരുന്നതാണ്. നമ്മൾ ഓരോ ഘട്ടങ്ങളായിട്ടാണ് നമ്മളെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ പറ്റുക എന്നുള്ളതാണ്.
അതിനൊരു 6 സ്റ്റേജുകളായിട്ടാണ് ഞാൻ അതിനൊന്ന് ഡിവൈഡ് ചെയ്ത് നമ്മൾ പത്തിരി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ആദ്യം ഞാൻ ചെയ്യുന്നത്, സ്ലൈഡ് കാണാമല്ലോ അല്ലെ, അറിയില്ലേ? കളക്ഷൻ. എന്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്ന കളക്ഷൻ എന്നാണ്. ഈ കളക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പത്തിരി ഉണ്ടാക്കുന്ന ആദ്യം നമുക്ക് വേണ്ടത് അരി വേണം അല്ലെ. അരി നമ്മൾ പല തരത്തിലുള്ള പച്ചരികൾ ഉണ്ടാവും. ഹലോ, കേൾക്കാമല്ലോ അല്ലെ? എന്റെ അടുത്ത് ആരും എന്താ പറയുന്നുണ്ടോ? കേൾക്കാം ടീച്ചറെ, കേൾക്കാം. ആയിക്കോട്ടെ. മുറിഞ്ഞു പോകുന്നുണ്ട് മനസ്സാർ എന്ന് പറയണേ, ഞാൻ നിങ്ങളെ കാണാത്തതിനെ കൊണ്ടേ. അപ്പൊ നമ്മുടെ ഈ ഒരു പത്തിരിയില് കളക്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു സെൽഫ് അവയർനെസ് തന്നെയാണ്. നമ്മള് പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി കളക്ട് ചെയ്യുന്നത് നമ്മൾ ഷോപ്പ് പോയിട്ടാണ് അല്ലെ. പല തരത്തിലുള്ള പല വിലേന്റെ അരികൾ അവിടെ കാണാം. പക്ഷെ നമുക്ക് ബെസ്റ്റ് ആയി തോന്നുന്ന നല്ല വെളുത്ത പച്ചരിയാണ് നമ്മൾ എന്ത് ചെയ്യുക, അധികവും പത്തിരിക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാറ്. ആ പത്തിരിന്റെ ആ അരി നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ സെൽഫ് അവയർനെസ്സിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. പല തരത്തിലുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാവാം. സന്തോഷം ഉണ്ടാവാം, നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാവാം, നമ്മുടെ ജീവിതത്തിൽ വിമർശനങ്ങൾ ഉണ്ടാവാം, അതേപോലെ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, നമുക്ക് കുറെ നഷ്ടങ്ങൾ തരാം, നമുക്ക് കുറെ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവാം. ഇത് ഇങ്ങനെ ഇല്ല, ഓരോ തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ ലൈഫായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ ഈ എവരി എക്സ്പീരിയൻസ് എന്ന് പറയുന്ന എല്ലാ അനുഭവങ്ങളും എന്താണ്, നമ്മുടെ ജീവിതത്തിലെ ഒരു റോ മെറ്റീരിയൽ ആണ്. അപ്പൊ അതാദ്യം കളക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഉദ്യമം എന്ന് പറയുന്നത്. പത്തിരിന്റെ അരി കളക്ട് ചെയ്തോലെ നമ്മുടെ APJയുടെ ഫോട്ടോ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. മറ്റൊന്നിനുമല്ല, കാരണം അദ്ദേഹം എന്താ ചെയ്ത്, ഒരു സാധാരണ കുടുംബത്തിൽ രാമേശ്വരത്താണ് ജനിച്ചത്. ചെറുപ്പകാലത്ത് ജീവിക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് തന്നെ പത്രം ഓരോ വീട്ടിലും കൊണ്ടുപോയി കൊടുത്ത് അങ്ങനെയാണ് അദ്ദേഹം മുന്നോട്ട് ജീവിച്ചിരുന്നതും കൂടാതെ പഠനത്തിലേക്കുള്ള സാമ്പത്തികം കണ്ടെത്തിയിട്ടുള്ളത്. ഇങ്ങനെ കുറെ അനുഭവങ്ങൾ കൂടെ അദ്ദേഹം മുന്നോട്ട് പോയപ്പോഴാണ് ഇന്ന് നമ്മുടെ രാഷ്ട്രപതിയും അതേപോലെ തന്നെ ശാസ്ത്രജ്ഞനൊക്കെ ആയത്. നമ്മുടെ ഓരോ അനുഭവങ്ങളും നമ്മുടെ വിജയത്തിലേക്കുള്ള ഓരോ റോ മെറ്റീരിയൽ ആണെന്നുള്ള തിരിച്ചറിവാണ് ആദ്യം നമുക്ക് വേണ്ടത്. രണ്ടാമത്തെ എൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ആണ്. ഇദ്ദേഹത്തെ എല്ലാവർക്കും പരിചയമുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം പല പ്രാവശ്യം നമ്മുടെ ഈ ഒരു ഫ്ലോറിൽ കൂടെ പറഞ്ഞു പോയിട്ടുള്ള കോഫി ടോക്കിൽ പറഞ്ഞ ആള് കാണാലോ അല്ലെ? കാണാം. ഹലോ, ആളെ മനസ്സിലായല്ലോ അല്ലെ എല്ലാവർക്കും? ഇല്ല, മനസ്സിലായില്ല. സ്റ്റീവ് ജോബ്സിന്റെ കുട്ടിക്കാലമാണ് സുഹൃത്തുക്കളെ. നല്ല സുന്ദരനും ഗ്ലാമർ ആയിട്ടുള്ള ഒരു ചെക്കനാണ് അല്ലെ, ചുളൻ. സ്റ്റീവ് ജോബ്സ് ആണ് ഈ ഒരു ഫോട്ടോയിലുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു ജീവിതം പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ ഈ പത്തിരി ഉണ്ടാക്കുന്നവർ തന്നെയാണ് അല്ലെ. നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഈ അരി കളക്ട് ചെയ്ത് കൊണ്ടുവന്നു. കളക്ട് ചെയ്ത് നേരെ അത് പത്തിരിപ്പൊടി ആവോ? ഇല്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, ഈ പത്തിരിന്ന് കല്ലും മണ്ണും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, അതൊന്ന് കഴുകി വേർതിരിച്ച് വെള്ളം പോവാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഓട്ടുള്ള പാത്രത്തിൽ ഇങ്ങനെ എടുത്തു വെക്കും അല്ലെ. അത് കഴിഞ്ഞാൽ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, മില്ല് കൊണ്ടുപോയിട്ട് പൊടിക്കാൻ കൊടുക്കുക. നമ്മളെ ഈ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവും, നമുക്ക് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് തീരെ പിടിക്കാത്ത റിലേഷൻഷിപ്പും ഉണ്ടാവും. അതായത് നമ്മുടെ ഭാവിക്ക് അല്ലെങ്കിൽ നമ്മുടെ സക്സസിന് എതിരെ നിൽക്കുന്ന റിലേഷൻഷിപ്പ് ഉണ്ടാവും. അതേപോലെ നമ്മുടെ കുറെ നല്ല പോസിറ്റീവ് തിങ്കിങ്സ് ഉണ്ടാവും. അതേപോലെ നെഗറ്റീവ് തിങ്കിങ്സ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ കുറെ നല്ല ശീലങ്ങൾ ഉണ്ടാവും, കുറെ മോശ ശീലങ്ങൾ ഉണ്ടാവും. ഇതെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടായാൽ നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ സക്സസ് ഉണ്ടാവോ? ഇതെല്ലാം, അതായത് ചീത്തയും നല്ലതും ഒരുമിച്ച് മിക്സ് ചെയ്ത് കൊണ്ടായാൽ നമുക്ക് അതൊരിക്കലും എന്ത് ചെയ്യില്ല, സക്സസിലേക്ക് എത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, വേണ്ടത് മാത്രം എന്ത് ചെയ്യുക, ചൂസ് ചെയ്തെടുക്കുക. നല്ലത് മാത്രം എന്ത് ചെയ്യുക, തെരഞ്ഞെടുക്കുക. നമ്മളെ ഗ്രോത്തിന് പറ്റുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, ബുദ്ധിപൂർവം ആലോചിച്ച് തെരഞ്ഞെടുക്കുക. അത് നല്ല ബന്ധങ്ങളായിരിക്കോട്ടെ, നല്ല ശീലങ്ങളായിരിക്കോട്ടെ, നല്ല ചിന്തകളായിരിക്കോട്ടെ, എന്ത് വേണേ ആവാം. സ്റ്റീവ് ജോബ്സിന്റെ കഥ നിങ്ങൾക്ക് അറിയുന്നതാണ്. കാരണം ചെറിയ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം പഠനം നിർത്തി. കാരണം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത ഒരു വിഷയം ആയതുകൊണ്ട് തന്നെ അദ്ദേഹം പഠനം നിർത്തി. പക്ഷേ
അദ്ദേഹത്തിന് ഇഷ്ടമായ ചില ക്ലാസ്സുകൾ, പ്രത്യേകിച്ച് കാലിഗ്രാഫി പോലുള്ള കാര്യങ്ങൾ അദ്ദേഹം തിരഞ്ഞെടുക്കുകയും പിന്നീടാണ് അത് അദ്ദേഹത്തിന്റെ തന്നെ ഒരു ജീവിതത്തിലെ പുതിയ കണ്ടുപിടുത്തങ്ങളിൽ പ്രധാനപ്പെട്ട ആപ്പിൾ കമ്പ്യൂട്ടറിന്റെ ഫോണ്ടുകൾക്ക്, അടിപൊളി ഫോണ്ടുകൾക്ക് മനോഹരാക്കിയത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ശരിയായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് നമ്മളെ ലൈഫിന്റെ ദിശ മാറ്റുന്നെ ചെയ്യും. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ആണ്. ഫസ്റ്റ് കളക്ഷൻ ആയിരുന്നു, സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ. മൂന്നാമത് നമ്മളിപ്പോ പത്തിരി കഴുകി മില്ലിൽ കൊണ്ടുപോയി കൊടുത്തു, പൊടിച്ചു കഴിഞ്ഞ് നമ്മളെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ആ പൊടിച്ച് കഴിഞ്ഞാൽ മാത്രം മതിയോ? നമ്മൾ അതിനെ എന്ത് ചെയ്യണം? നന്നായിട്ട് എന്ത് ചെയ്യണം? വറക്കണം അല്ലെ? നന്നായി വറുത്ത് ആ പൊടിയിൽ നിന്ന് അത്യാവശ്യം ഒരു പൊടി ഇങ്ങനെ പാറുന്ന രീതിയിൽ എത്തുമ്പോഴാണ് നമുക്കത് പത്തിരിക്കുള്ള ഒരു പരുവായിട്ട് തോന്നുന്നത്. നമ്മളെ ആ ഒരു സെഷനിൽ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നതും ഓർഗനൈസേഷൻ ആണ്, സെൽഫ് മാനേജ്മെന്റ് ആണ് അതിൽ വരുന്നത്. അതിൽ ചെയ്യുന്ന ഒരു കഥ ഉണ്ട്, പണ്ടത്തെ ഒരു കുശവൻ എന്ന് പറയുന്നത് മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഒരിക്കലും ഒരു കുട്ടി വന്ന് ചോദിച്ചു, അങ്ങെന്താണ് ഈ മണ്ണോട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു. അപ്പം കുശവൻ പറഞ്ഞു, ഞാന് ഈ ഒരു മണ്ണ് കൊണ്ട് അതിനെ കുഴച്ച് നല്ല പരുവത്തിലാക്കി, നല്ല മണ്ണ് സെലക്ട് ചെയ്ത് കുഴച്ച് നല്ല വെള്ളമൊക്കെ കൂട്ടി ചേർത്ത് കുഴച്ചിട്ട് അതിനുണ്ടാക്കും നല്ല ഭംഗിയുള്ള പാത്രങ്ങളാക്കും. പാത്രങ്ങളാക്കിയാൽ മാത്രം പോരാ, അതെന്തും കൂടി വേണം, അത് നല്ല ഉണക്കിയിട്ട് തീയിൽ വെച്ച് ചുട്ടെടുക്കുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം സുഹൃത്തുക്കളെ, നമുക്ക് ടാലന്റ് മാത്രം പോരാ, അതിന്റെ കൂടെ അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള കുറെ സാധനങ്ങൾ കൂടി വേണം. റൊണാൾഡോ അറിയാലോ, ക്രിസ്ത്യാനോ റൊണാൾഡോനെ നിങ്ങൾക്ക് അറിയാത്തതൊന്നുമല്ല. കാരണം ഈ ഒരു പോർച്ചുഗലിന്റെ ടീം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരേ ഒരു മുഖം മെയിനായിട്ട് ഇദ്ദേഹത്തിന്റെയാണ്. അപ്പൊ ഈ സെൽഫ് മാനേജ്മെന്റ് ഡെവലപ്പ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന്, അതായത് അദ്ദേഹത്തിന് ടാലന്റ് ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അയാൾ കറക്റ്റ് ആയിട്ട് ഒരു റുട്ടീൻ പാലിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഓരോ ദിവസവും എന്ത് ചെയ്യണം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തായിരുന്നു അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ കറക്റ്റ് എക്സസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫുഡ് കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ നമ്മുടെ മുജീബ് സാർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ റൊണാൾഡോ ഈ മദ്യപിക്കില്ല എന്നുള്ളത്. ഇത് ഒരു എന്താ പറയാ, ഒരു ഫുട്ബോളുകാരനെ സംബന്ധിച്ചിട്ട് വലിയൊരു സംഭവം തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യം, കൂട്ടുകാരൊക്കെ ബിയറ് മറ്റേതും വെച്ചിട്ട് ആഘോഷിക്കുന്ന സമയത്തും ഇദ്ദേഹം അത് മാറി നിന്ന് നോക്കി കണ്ടിട്ടേറ്റുള്ളൂ. അദ്ദേഹം അത് ഒന്ന് സിപ്പ് ചെയ്യാൻ പോലും ചെയ്തിട്ടുമില്ല. പിന്നെ അതേപോലെ തന്നെ നല്ല ഉറക്കം, കറക്റ്റ് സമയത്തിന് ഉറങ്ങി കാര്യങ്ങൾ ഒക്കെ ചെയ്യുമ്പോഴാണ് ഇദ്ദേഹം എന്തായത്, നമ്മളെ എല്ലാം അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം പോർച്ചുഗലിന്റെ റൊണാൾഡോയായി മാറിയത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും കുറെ കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഡിസിപ്ലിൻ, അതേപോലെ കൺസിസ്റ്റൻസി, പിന്നെ ലേണിങ്, കൂടാതെ ആറ്റിറ്റ്യൂഡ്, ഇങ്ങനെയുള്ള 4 കാര്യങ്ങൾ കൊണ്ടുവന്ന് അത് പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ജീവിതത്തിലും സക്സസ് ഉണ്ടാവുള്ളൂ. സോ നമ്മളും എന്ത് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ഓരോ ദിവസവും ഓർഗനൈസ് ചെയ്യുക. എന്നിട്ട് നാളേക്ക് വേണ്ടിയിട്ടുള്ള സക്സസിന് മുന്നൊരുക്കങ്ങൾ നടത്തുക. ടാലന്റ് വിത്തൗട്ട് ഓർഗനൈസേഷൻ ഈസ് ജസ്റ്റ് പൊട്ടൻഷ്യൽ. റൊണാൾഡോന്റെ മനോഹരമായ വാക്കുകളാണ്. ഓക്കെ, നമ്മുടെ 3ാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. 4ാമത്തെ സ്റ്റെപ്പ് വരുന്നത് ടാബുലേഷൻ ആണ്. ടാബുലേഷനിൽ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത് നമ്മുടെ മനസ്സ്, അല്ലെങ്കിൽ നമ്മൾ പത്തിരിയിലായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ പത്തിരി നമ്മൾ കുഴച്ച് അല്ലെ, നല്ല ചൂടുവെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ കുഴച്ച് പിന്നെ അതിനെ നന്നായി കൈകൊണ്ട് ഇങ്ങനെ എന്തായി ചെയ്തിട്ടുണ്ട്, നല്ലോണം ഇങ്ങനെ കുഴച്ച് പ്രസ് ചെയ്ത് അതിന് ഓരോ ഉരുളകളാക്കി മാറ്റും. ഈ ഉരുളകൾ ഒരേ വലിപ്പമുള്ളതായിരിക്കും അല്ലെ, ഏകദേശം നമുക്ക് ഏത് വലിപ്പത്തിലാണോ വേണ്ടത് വെച്ചാൽ ആ ഓരോ ഉരുളകളും പല വലിപ്പത്തിൽ ഉണ്ടാക്കുന്നുണ്ടാവില്ല, എല്ലാം ഒരേ വലിപ്പത്തിലുള്ള ഉരുളകളായിരിക്കും. നമ്മളെ പ്ലാനിങ് എന്ന് പറയുന്ന ഒരു സാധനം ഇതാണ്. അതേപോലെ തന്നെ ഒരു ഗോൾ സെറ്റിംഗ്. നമ്മുടെ ജീവിതത്തില് ഗോൾസിന്, പിന്നെ അതേപോലെ തന്നെ പ്രയോറിറ്റി, ടൈം മാനേജ്മെന്റ്, അതേപോലെ റുട്ടീൻ, എന്നിവയ്ക്കൊക്കെ എന്ത് ചെയ്യുക, ഒരു പ്രാധാന്യം നൽകുക. ഇവ ഒന്നുമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ പറഞ്ഞ 3 കാര്യങ്ങളും, അതായത് കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ, ഓർഗനൈസേഷൻ, ഇത് 3 ചെയ്തിട്ട്
പ്ലാനിങ്ങോ ഗോൾ സെറ്റിങ്ങോ ഇല്ലാതെ മുന്നോട്ട് പോയാല് നമുക്ക് ഒരിക്കലും വിജയത്തിലെത്താൻ പറ്റില്ല. ധീരുഭായ് അംബാനിയുടെ കഥ എന്ന് പറഞ്ഞാൽ അറിയാം. ചെറിയൊരു പല ജീവിതത്തിലെ പല സാഹചര്യങ്ങൾ കൊണ്ട് ചെറിയൊരു ജീവിതത്തിൽ നിന്നും ചെറിയൊരു ജോലിയിൽ നിന്ന് തുടങ്ങിയിട്ട് ഓരോ ലക്ഷ്യവും അദ്ദേഹം ഓരോ ദിവസവും കറക്റ്റായിട്ട് എഴുതിയിടായിരുന്നു പോലെ നാളെ ഞാൻ ഇന്നത് ചെയ്യും, ഇന്ന ദിവസം ഞാൻ ഇന്നതായി മാറും എന്നുള്ള ചെറിയ ചെറിയ, അത്രയും വലുതൊന്നുമല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ത് ചെയ്തു അദ്ദേഹം പ്ലാൻ ചെയ്ത് അദ്ദേഹത്തിന്റെ ഡയറിയിൽ എഴുതി വെച്ചിരുന്നു. അങ്ങനെ അങ്ങനെ കാര്യങ്ങൾ കഴിഞ്ഞു പോയപ്പോഴാണ് അദ്ദേഹത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചത്. സോ മൈ ഡിയേഴ്സ്, എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ ഒരു ലക്ഷ്യമില്ലാത്ത പരിശ്രമം ഒരിക്കലും നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തില്ല. എപ്പോഴാണോ, അല്ലെങ്കിൽ സക്സസിലേക്ക് എത്തിക്കില്ല, നമ്മൾ എപ്പോഴാണോ പ്ലാൻ ചെയ്യുന്നത്, നമ്മൾ എപ്പോഴാണോ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നത്, അതിനുവേണ്ടി എപ്പോഴാണോ നമ്മൾ പരിശ്രമിക്കുന്നത്, ആ സമയത്ത് മാത്രമേ നമുക്ക് നമ്മുടെ വിജയത്തിലേക്ക് എത്താൻ പറ്റൂ. ആ ഒരു സ്വപ്നം അല്ലെ ഒരു ഗോളിനെ എന്നും നമ്മൾ എന്ത് ചെയ്യുക, ആലോചിക്കുകയും ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പൊ ആലോചിക്കുക, നിങ്ങളിപ്പോ ഏതൊരു ഇതിലാണ്, അതായത് നമ്മളെ ജീവിതത്തിൽ നമ്മൾ മാറ്റാൻ പോകുന്ന എന്തൊരു കാര്യമാണ് ഇനിയുള്ളതെന്നൊന്ന് ഓർക്കുക നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട്. കൂടാതെ നമ്മൾ ഈ വിജയത്തിന് വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ എന്ത് കുറവാണുള്ളത് എന്നുള്ളതും ഒന്ന് തിരിച്ചറിയാൻ ശ്രമിക്കും. ഒന്ന്, നമ്മൾ മാറ്റാൻ പോകുന്ന ഒരു ശീലം. ചിലപ്പോൾ നേരത്തെ എണീക്കുന്നത് നമ്മുടെ ജീവിതത്തിന് ഒരു സക്സസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇല്ലേ കറക്റ്റ് നമ്മൾ ഓരോ ദിവസത്തെയും പ്ലാൻ എഴുതുന്നത് നമ്മളെ ജീവിതത്തിന് ഒരു സാധ്യതയുണ്ട്. ഓരോ ദിവസം കൊണ്ട് ഇതൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് പ്രത്യേകം ഞാൻ പറയട്ടെ. ദിവസങ്ങൾ എടുത്ത് നമ്മൾ അതിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. നെക്സ്റ്റ് നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് ഇന്റർപ്രിറ്റേഷൻ ആണ്. അറിയാലോ അല്ലെ, JK റൗളിംഗ് നമ്മൾ പത്തിരി ഉരുളയാക്കി വെച്ചു. ആ ഉരുളയാക്കി വെച്ചത് നമ്മൾ പരത്തുന്ന സമയത്ത് ചിലപ്പോൾ അത് പൊട്ടാൻ മതി അല്ലെ, സൈഡൊക്കെ ഒരു ജാതി ആവാറുണ്ട്. ചിലപ്പോൾ നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിലും ചിലപ്പോൾ എന്ത് ചെയ്യും, സൈഡ് ശരിയാവാത്ത രീതിയിലാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് കൈകൊണ്ടൊക്കെ എല്ലാ സൈഡിലും ഒന്ന് ഇങ്ങനെ തട്ടി 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 റെഡിയാക്കി കൊടുക്കും. ജീവിതത്തിൽ അതേപോലെ ഒരുപാട് പരാജയങ്ങൾ ഉണ്ടാവാം. നമ്മളെ റിജക്റ്റ് ചെയ്ത പല ഏരിയാസ് ഉണ്ടാവും. നമ്മളെ കുറെ വിമർശിക്കാൻ ആൾക്കാരുണ്ടാവും. നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ടാവും. പക്ഷെ ഇതൊക്കെ ഇനി എനിക്ക് മുന്നോട്ട് ജീവിതമില്ല, ഞാൻ ഇവിടെ നിർത്തുകയാണ്, ഇനി എന്നെ കൊണ്ട് വയ്യ എന്ന് ചിന്തിച്ചാൽ അവിടെ സക്സസ് ഉണ്ടാവും, ഉണ്ടാക്കാൻ കഴിയുമോ? ഓരോ പരാജയങ്ങളും ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പടിയാണെന്ന് കരുതി മുന്നോട്ട് സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, ഹേമരജനി മാം പറഞ്ഞു, ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നതാണെന്ന്. അപ്പൊ പരാജയങ്ങൾ എന്ത് ചെയ്യാ, വിജയത്തിലേക്കുള്ള പടിയാണെന്ന് കരുതി മുന്നോട്ടേക്ക് വളരെ കോൺഫിഡൻസോട് കൂടി തന്നെ നീങ്ങുക. നമ്മള് ഈ ഒരു പരാജയങ്ങളാണെങ്കിലും റിജക്ഷൻ ആണെങ്കിലും വിമർശനങ്ങളാണെങ്കിലും അതുപോലെ നഷ്ടങ്ങളാണെങ്കിലും അവയെ എങ്ങനെ നമ്മൾ ഉൾക്കൊള്ളുന്നു, അല്ലെ എങ്ങനെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നതിലാണ് നമ്മളെ വിജയിക്കുന്നത്. പ്രോബ്ലം അല്ല, പെർസെപ്റ്റീവ് ആണ് ആർക്ക് വേണ്ടത്, നമുക്ക് വേണ്ടത്. JK റൗളിംഗ് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. കുറേ സ്ഥലത്ത് അവർ ഒരു കഥ എഴുതി, ഒരുപാട് സ്ഥലത്ത് നോവൽ എഴുതിയിട്ട് ഒരുപാട് സ്ഥലത്ത് കൊണ്ടു കൊടുത്തു. ആരും പ്രസിദ്ധീകരിക്കാൻ തയ്യാറായില്ല. ഒരു സ്ഥലത്ത് പോയി, 2 സ്ഥലത്ത് പോയി, 3 സ്ഥലത്ത് പോയി, 4 സ്ഥലത്ത് പോയി, അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയിട്ട് ലാസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ബുക്ക് പ്രസിദ്ധീകരിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. 1 or 2 പ്രാവശ്യം ആരും ഈ എൻ്റെ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ ഈ റൗളിങ്ങിന് പിന്തിരിയാമായിരുന്നു. പരാജയം സംബന്ധിച്ച് ഇനി എഴുതുന്നില്ല എന്ന് ചിന്തിക്കാമായിരുന്നു. പക്ഷെ ഈ ഒരു ഹാരി പോട്ടർ എന്ന ഈ ഒരൊറ്റൊരു പുസ്തകം എത്രമാത്രം പ്രശസ്തിയാണ് അവർക്ക് നേടിക്കൊടുത്തത്. എത്ര റിജക്ഷൻ കിട്ടിയാലും മുന്നോട്ട് പോവാനുള്ള വഴി നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കും. നമ്മൾ ഏതൊരു കാര്യത്തിനെയും എങ്ങനെ എടുക്കുന്നു, എങ്ങനെ കാണുന്നു,
എങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇത് തന്നെയാണ് മൈ ഡിയേഴ്സ് നമ്മുടെ വിജയത്തിനുള്ള ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് പ്രസന്റേഷൻ ആണ്. നമ്മള് പത്തിരി ഉരുളകളാക്കി പരത്തി വെച്ചാൽ മാത്രം മതിയോ? അതിന് എന്ത് ചെയ്യണം? ഫ്രൈങ് പാനില് തീയില് അതിനെന്ത് ചെയ്യണം? വേവിച്ചെടുക്കണം അല്ലെ? അങ്ങനെ വേവിച്ചെടുക്കുമ്പം അതിങ്ങനെ പൊന്തി വരുന്ന കാണുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പാകത്തിനാവുമ്പോൾ ആണ് ആ ഒരു പത്തിരി മറ്റുള്ളവർക്ക് കഴിക്കാനായി എന്നുള്ള, അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യാനായി എന്നുള്ള ഒരു തോന്നല് ഉണ്ടാവും. അപ്പൊ ഇത്രയും പ്രിപ്പറേഷനും കാര്യങ്ങളും 5 സ്റ്റെപ്പ് കൂടെ കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? നമ്മുടെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാം. ആ ഒരു കോൺഫിഡൻസും ഒരു ലീഡർഷിപ്പും നമ്മളിലേക്ക് എത്തുള്ളൂ. യെസ്, എന്നോടാണോ ശബ്ദത്തിൽ ഊർജം നിറയ്ക്കാൻ പറഞ്ഞത്? ഊർജമുണ്ട്. ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കൊരു ഇമോഷണലി അറ്റാച്ചബിൾ വരും. ആ സമയമാണ് നമ്മുടെ ശബ്ദം കുറയുന്നത്. ഇനി നമ്മുടെ ലൈഫിൽ ഇതേപോലെ തന്നെ പല ചലഞ്ചസും വരും. അത് ചിലപ്പോ വേദന ഉണ്ടാക്കാം, പ്രഷർ ചെലുത്താം, പരാജയങ്ങൾ സംഭവിപ്പിക്കാം. പക്ഷെ ഇതിൽ നിന്നൊക്കെ കരുത്തോടെ മുന്നോട്ട് മാറിയാൽ, ഇല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ എന്തില്ല, നമുക്ക് സക്സസ് ഉണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എല്ലാം കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ, അപ്പൊ നമുക്ക് അവിടെ ഒരു എന്താ പറയാ, ഒരു ചലഞ്ച് ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ തോന്നൂല. ഓരോ പ്രതിസന്ധികളെ തരണം ചെയ്യുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോവാൻ ഒരു ഉള്ളിലൊരു ആകാംക്ഷ ഉണ്ടാവുക. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇത് എനിക്ക് റെഡി ആയല്ലോ, ഇനിയിപ്പോ അത് മതിയല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയല്ലോ, ഇനിയിപ്പോ അതിൽ ജീവിക്കാം എന്ന് കരുതിയാല് നമ്മുടെ സക്സസ് അവിടെ തീരില്ല. നമ്മളെ ഗോൾ എപ്പോഴും എന്ത് ചെയ്യണം? ഓരോ ഗോളും അടുത്ത ഗോളിലേക്ക് ചേഞ്ച് ചെയ്തേണ്ടിയിരിക്കണം. എന്റെ ജീവിതത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. കാരണം വെറുമൊരു ആദ്യം ടീച്ചർ ആവണം എന്നുള്ള ചിന്തയിൽ കൂടി ടീച്ചറായി, അത് കഴിഞ്ഞപ്പോ ഇങ്ങനെ മതി എന്നുള്ളൊരു ചിന്തയിൽ അങ്ങനെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് പോരാ, ഇവിടെ പോരാ, കുറച്ചുകൂടി എനിക്ക് എന്തെങ്കിലുമൊക്കെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. ഇങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? JCA ജോയിൻ ചെയ്യുന്നത്. JCA ജോയിൻ ചെയ്യപ്പോൾ ആദ്യം എനിക്ക് കിട്ടിയത് EPS ആയിരുന്നു, എഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ്. അത് കിട്ടിയ സമയത്ത് ഞാൻ ചോദിച്ചു, സ്പീക്കർ എന്ന് പറയുന്ന വലിയൊരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം? നല്ലൊരു സ്പീക്കർ ആണ്. 2 or 3 EPS ഞാൻ അറ്റൻഡ് ചെയ്തു, 2-3 എല്ലോകളിൽ പോയിട്ട്. അപ്പോ സംസാരിക്കാനുള്ളൊരു ടെൻഡൻസി എനിക്ക് കിട്ടിയത് അങ്ങനെയാണ്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴും എനിക്ക് തോന്നിയത് ഇത് പോരാ, കുറച്ചുകൂടി ഒന്ന് മുന്നോട്ട് പോകണം. ആ ഒരു രീതിയിൽ നിന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ട്രെയിനർ എന്നുള്ള ലാഡറിലേക്ക് കയറാൻ ആഗ്രഹിച്ചത്. ഏകദേശം അവിടെയും എത്തിയിട്ടുണ്ട്. നമ്മളൊക്കെ ഓരോ സംസാരം, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന രീതി, അല്ലെങ്കിൽ നമ്മൾ വേ ഓഫ് ലാംഗ്വേജ്, അല്ലെങ്കിൽ നമ്മുടെ വേ ഓഫ് ടീച്ചിങ് ഓർ ട്രെയിനിങ് പലരിതും യുണീക്നെസ് ആണ്. പലരും വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാവുക. ഞാൻ പറയുന്ന രീതിയിലായിരിക്കില്ല മറ്റുള്ളവർ പറയും. അപ്പൊ നമ്മളെ ഈ പ്രസന്റേഷൻ എന്ന് പറയുന്നത് നമ്മളെ കോൺഫിഡൻസും നമ്മളെ ലീഡർഷിപ്പും ഉയർത്തി കാണിക്കാനുള്ള സംഭവം തന്നെയാണ്. ഈ ഫോട്ടോയിലുള്ള ആളെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നിക്വിജി കൈകളും ഇല്ല കാലുകളും ഇല്ലാതെ ജീവിച്ചു. പലപ്പോഴും മറ്റുള്ളവർ എന്നെ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് കണ്ടപ്പോ ജീവിതം വരെ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ചു ഒരേ. പക്ഷേ എനിക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ട്, അല്ലെ ഒരു കോൺഫിഡൻസ് കൊണ്ട് അദ്ദേഹം പല വേദികളിലും നല്ല സ്പീക്കറായി. മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് പ്രസംഗങ്ങൾ അദ്ദേഹത്തിന് നടത്താൻ പറ്റി. അപ്പൊ നമ്മുടെ പരിമിതികളല്ല നമ്മളെ, അല്ലെങ്കിൽ നിങ്ങളെ ഓർക്കുന്നത്, മറിച്ച് നമ്മളെ അവതരിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്, എങ്ങനെ പ്രസന്റ് ചെയ്യണം. പലരും പല രീതിയിലായിരിക്കും പ്രസന്റ് ചെയ്യുക. അതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന, മോട്ടിവേഷൻ നൽകുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയാൽ അത് മറ്റുള്ളവരുടെ മനസ്സിൽ എപ്പോഴും ഉണർന്നു നിൽക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. നമ്മുടെ APJ കലാം എന്താ ചെയ്തത്? പല വിധത്തിലെ അനുഭവങ്ങൾ സ്വീകരിച്ചിട്ടാണ് അദ്ദേഹം ചെയ്തത്.
വിജയത്തിലേക്ക് എത്തിയത്. നമ്മളെ റൊണാൾഡോ സ്വന്തം സെൽഫായിട്ട് പല കാര്യങ്ങളും ചെയ്ത് അദ്ദേഹത്തിന്റെ ഒരു ജീവിതം തന്നെ രൂപപ്പെടുത്തി. നമ്മൾ അംബാനി ചെയ്തത് എന്ത് ചെയ്തു? പ്ലാനിങ് ഉണ്ടാക്കി, പുതിയ പുതിയ പദ്ധതികൾ ഉണ്ടാക്കിയെടുത്ത്. നമ്മളെ എഴുത്തുകാരി റൗളി എന്ത് ചെയ്തു? പരാജയം വന്നപ്പോൾ അതിനെ പുതിയ അർത്ഥത്തിൽ കണ്ടു. നെക്യുവീച്ച് എന്ത് ചെയ്തു? ആത്മവിശ്വാസത്തോടെ ലോകത്തിന് മുന്നിൽ നിന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഓരോ ഘട്ടങ്ങളാക്കി എടുത്താൽ നമ്മുടെ ജീവിതവും എന്ത് ചെയ്യും? മനോഹരമാവും. മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജം നമുക്കുണ്ടാവും. സോ മൈ ഡിയേഴ്സ്, നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഈ 6 ഘട്ടങ്ങൾ അല്ലെങ്കിൽ 6 സ്റ്റെപ്സ് നമുക്കെന്നും ജീവിതത്തിലേക്ക് സക്സസ് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ, ഓർഗനൈസേഷൻ, ടാബുലേഷൻ ആൻഡ് ഇന്റർപ്രിറ്റേഷൻ. ഈ ഓരോ സെഷനിൽ കൂടെയും നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയോ? സെൽഫ് അവയർനെസ് ഉണ്ടാവുന്നു. ഞാൻ എന്താണ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തൊക്കെ സഹായങ്ങൾ നൽകാൻ പറ്റും. സെൽഫ് അവയർനെസ് ഉണ്ടാവുന്നുണ്ട്. ഡിസിഷൻ മേക്കിംഗ്, തീരുമാനമെടുക്കാൻ. എൻ്റെ ജീവിതത്തിൽ സക്സസ് വരണമെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. മറ്റുള്ളവർ പറഞ്ഞ് ആടുന്ന ഒരു പാവയാവാതെ എൻ്റെ സ്കിൽ എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് അതിൻ്റെ മുന്നോട്ട് പോയാൽ അവിടെ ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കാനുള്ള ഒരു പവർ നമുക്കുണ്ടാവും. അതേപോലെ ക്രിട്ടിക്കൽ തിങ്കിങ്, എങ്ങനെ തിങ്കിങ് ചെയ്യണം. എല്ലാവരും പല രീതിയിൽ ആലോചിച്ച് കൂട്ടുന്നവരാണ്. പക്ഷെ ക്രിട്ടിക്കലായിട്ട്, വെറൈറ്റി ആയിട്ട്, ക്രിയേറ്റീവായിട്ട് എങ്ങനെ തിങ്ക് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ സെൽഫ് മാനേജ്മെന്റ്, എങ്ങനെ ജീവിതത്തിൽ സക്സസ് കൊണ്ടുവരണമെങ്കിൽ എങ്ങനെ പ്ലാൻ ചെയ്യണം, എങ്ങനെ അത് മുന്നോട്ട് വെക്കണം, ഏതൊക്കെ സ്റ്റെപ്പ് കൂടെ കടന്നു പോകണം, ഇതൊക്കെ നമുക്ക് സെൽഫ് മാനേജ്മെന്റ് കൂടെ കഴിയും. കൂടാതെ ഗോൾ സെറ്റിംഗ്, എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോ ഗോൾ ഉണ്ടാവും. ആ ഗോൾ സെറ്റ് ചെയ്യാൻ നമുക്ക് എപ്പോഴും കഴിയണമെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു സക്സസ് ഇതിലേക്കുള്ള എന്ത് ചെയ്യണം എന്നുള്ള ഓരോ ചവിട്ടുപടികളാണ്. ഇമോഷണൽ ഇന്റലിജൻസ്, നമ്മളെ വികാരങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് നമ്മൾ മനസ്സിലാക്കുന്നതിന് മറ്റുള്ളവരുടെ ഇമോഷൻസും കൂടി നമുക്ക് മനസ്സിലാക്കാനും, കൂടാതെ നമ്മൾക്ക് വരുന്ന പരാജയങ്ങളാവട്ടെ, ചലഞ്ചസ് ആവട്ടെ, അല്ലെങ്കിൽ മറ്റ് വേദനകളാവട്ടെ, എന്തും അതിനെ തരണം ചെയ്ത് പോവാനുള്ള ഒരു ക്വാളിറ്റിയും കൂടി ഉണ്ടാക്കിയെടുക്കാൻ ഈ സക്സസ് എന്നുള്ള ഒരൊറ്റ കാര്യം വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. കൂടാതെ അഡാപ്റ്റബിലിറ്റി, എന്തും ആക്സെപ്റ്റ് ചെയ്ത് വേണ്ടത് എടുത്ത് മറ്റേത് ഒഴിവാക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മളെ പ്രാപ്തരാക്കാൻ കൊണ്ട് കഴിയും. ലീഡർഷിപ്പ് മൈൻഡ് സെറ്റ്, സത്യം പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലെ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു ലീഡറാവും. മറ്റുള്ളവർക്കൊരു ലീഡർ എങ്ങനെയായിരിക്കണം എന്ന് കാണിച്ചു കൊടുക്കും. JCI നമ്മളെ പഠിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. എങ്ങനെ നമുക്കൊരു ലീഡറാവും, എങ്ങനെ നമുക്ക് മറ്റുള്ളവരിൽ പ്രചോദനമേൽക്കാൻ കഴിയും, എങ്ങനെ നമുക്ക് മറ്റുള്ളവർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കാൻ കഴിയും, എങ്ങനെ നമുക്ക് മറ്റുള്ളവരെ ഓരോ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇത്തരമൊക്കെ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ഒരു 6 സ്റ്റെപ്പാണ് ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. അപ്പോൾ ചെയ്യേണ്ടതേ ഉള്ളൂ, നമ്മളെ സക്സസിലേക്കുള്ള ഒരു ജേണി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. കളക്ട് എക്സ്പീരിയൻസ്, പല അനുഭവങ്ങളും എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. രണ്ടാമത്തത് ചൂസ് വൈസ്ലി, നമ്മൾ എന്താണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ബുദ്ധിപരമായി തന്നെ എന്ത് ചെയ്യും, തിരഞ്ഞെടുക്കുക. തേർഡ്, ബിൽഡ് യുവർ സെൽഫ്, നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരും. ഫോർത്ത് പോയിന്റ്, പ്ലാൻ പ്രോപ്പർലി, പ്ലാൻ ചെയ്യുക. എന്താവണം എൻ്റെ ജീവിതം, എങ്ങനെയാവണം എൻ്റെ ജീവിതം എന്നുള്ളത് ആദ്യം പ്ലാൻ ചെയ്തു വെക്കുക. അഞ്ചാമത്തത്, തിങ്ക് പോസിറ്റീവ്ലി,
എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നെഗറ്റീവ് ചിന്തകൾ വരാതിരിക്കില്ല. കാരണം ശാസ്ത്രം തന്നെ പറയുന്നത് നമ്മളെ പോസിറ്റീവ് തിങ്കുകളെക്കാട്ടും കൂടുതൽ നെഗറ്റീവ് തിങ്സ് ആണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നതെന്നാണ്. പക്ഷെ ആ നെഗറ്റീവ് തിങ്സിനെ പോസിറ്റീവ് തിങ്സ് ആക്കി മാറ്റാനും നമുക്ക് കഴിയണം. അവിടെയാണ് നമ്മുടെ സക്സസ് ഉണ്ടാവുക. ലാസ്റ്റ് ബട്ട് ലീസ്റ്റ്, പ്രസന്റ് യുവർ ബെസ്റ്റ്. നിങ്ങൾ എന്തൊക്കെ ചെയ്തോ എന്നുള്ളതല്ല, നിങ്ങൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി എത്ര ഹാർഡ് വർക്ക് ചെയ്തു, പിന്നെ എത്ര രാത്രികൾ ഉറങ്ങാതെ കിടന്നു, ഇതൊന്നുമല്ല. ലാസ്റ്റ് പറയാനുള്ളത് ഇതുള്ളൂ. നിങ്ങൾ എന്ത് പ്രസന്റ് ചെയ്യുന്നു, നിങ്ങൾ എന്താണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്, ആ ഒരു കാര്യം മാത്രമേ മറ്റുള്ളവരുടെ മനസ്സിലുണ്ടാവുള്ളൂ. ഇതിന്റെ പിറകിൽ നിങ്ങൾ ഇന്നത് ചെയ്തു അന്നത് ചെയ്തു എന്നൊന്നും ആരും അന്വേഷിക്കില്ല. നിങ്ങൾ എങ്ങനെയാണോ പ്രസന്റ് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണോ മറ്റുള്ളവരെ കാണുന്നത്, നിങ്ങൾ എങ്ങനെയാണോ മറ്റുള്ളവർക്ക് മുമ്പിൽ നിൽക്കുന്നത്, അത് മാത്രമേ ആളുകൾ കാണാനുണ്ടാവും. സോ മൈ ഡിയേഴ്സ്, ഈ സക്സസിലേക്കുള്ള ജേണിയുടെ പോയിന്റ്സ് എല്ലാവരും ഒന്ന് മനസ്സിൽ കുറിച്ചിട്ടുള്ള നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിൽ തന്നെ, നമ്മുടെ ലൈഫ്, സക്സസ്, ഇതൊക്കെ നമ്മൾ തന്നെ പ്ലാൻ ചെയ്ത് നമ്മൾ തന്നെ ഒരുക്കി നമ്മൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ്. സോ മൈ ഡിയേഴ്സ്, ആക്ട് ലൈക്ക് എ പത്തിരി. താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്. ഓവർ ടു ചെയർ. ടീച്ചറെ മുജീബ് സാർ പോയെന്ന് തോന്നുന്നു. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം നമുക്ക്. നല്ലൊരു അടിപൊളി സെഷൻ. ജീവിതത്തിൽ പത്തിരി നൽകുന്ന ഒരു സന്ദേശം, പത്തിരിയിൽ നിന്ന് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ടീച്ചർ വളരെ മനോഹരമായി പറഞ്ഞു തന്നു. ടീച്ചർ എപ്പോഴും വെറൈറ്റി ടോപ്പിക്കായിട്ടാണ് വരുന്നത്. സോൺ ട്രെയിനറായി ഇപ്പോ ഇനി അടുത്ത സ്റ്റെപ്പ് നാഷണൽ ട്രെയിനർ ആണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടെ ഞങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവണം. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. നമുക്ക് ഫീഡ്ബാക്കിലേക്ക് പോകാം. ഹേമരഞ്ജിനി മാഡം ആണ് ഏറ്റവും ആദ്യത്തെ ഫീഡ്ബാക്ക്. ടീച്ചർ ഇത്രയധികം സ്നേഹിക്കുന്ന ഹേമരഞ്ജിനി മാഡം തിരുവനന്തപുരത്തു നിന്ന് ഒരു ഫീഡ്ബാക്ക് ആദ്യമായി നൽകുന്നു. താങ്ക് യു മനു സാർ. ശ്രീജന മാം, അടിപൊളി സെഷൻ, സൂപ്പർ. താങ്ക് യു സോ മച്ച്. കാരണം കോഫി ടോക്കിൽ ഇന്ന് രാവിലെ ഞാൻ കയറിയതിന് കുറച്ച് ലേറ്റ് ആയിപ്പോ, എങ്കിലും ലേറ്റ് ആയാലും ശ്രീജന മാമിന്റെ വാക്കുകൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ട്. സൂപ്പർ സെഷൻ, അടിപൊളി സെഷൻ, പറയാനായിട്ട് ഒന്നുമില്ല. നല്ല കാമാൻഡ് ക്വയറ്റ് ആയിട്ടിരുന്ന ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്കാണ് ഇന്നത്തെ കോഫി ടോക്ക് സന്ദേശം എത്തിച്ചതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ഡിയർ, ലവ് യു. താങ്ക് യു ഹേമ മാം. കാം ആൻഡ് ക്വയറ്റ് ഇന്നത്തെ സെഷനിൽ മാത്രമുള്ള ഒന്നൊന്ന് ഓർമ്മപ്പെടുത്താണ് കേട്ടാ. ഇനി അടുത്തതാരാ? ഞാൻ പറയാം. പറയൂ മേഡം, എന്താ ആക്ട് ലൈക്ക് എ പത്തിരി. ഞാൻ കരുതിയതേ എന്താണ് ഇപ്പൊ ഇത്, അടുക്കള ക്ലാസ് ആണോ? ഇതിപ്പോ അടുക്കളയിൽ പത്തിരി ഉണ്ടാക്കുന്ന ഒരു ക്ലാസ് ആണ്. ആർക്കാണ് ഇപ്പൊ ഈ പത്തിരി ഉണ്ടാക്കാൻ അറിയാത്തത്? പെട്ടെന്ന് അന്താളിച്ചു പോയി. ഇങ്ങനെ ഒരു ക്ലാസ് മേഡം എടുക്കുന്ന ഞാൻ കരുതിയില്ല. പക്ഷെ പത്തിരിനായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ പത്തിരിയിലൂടെ അത് വലിയൊരു ക്ലാസ് ആക്കി മാറ്റി. എന്താ സംഭവിച്ചു ഇവിടെ ഇന്ന്? എന്തായാലും വണ്ടർഫുൾ ക്ലാസ്, എക്സലന്റ്. താങ്ക് യു മേഡം. താങ്ക് യു. താങ്ക് യു ചേട്ടാ. നജില മാം പറഞ്ഞോളൂ. ശ്രീജന ടീച്ചറെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ടീച്ചറുടെ ഇതിനു മുന്നത്തെ ഒരു സെഷൻ ഞാൻ കണ്ടത് ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയതായിരുന്നു അല്ലെ? അതല്ലായിരുന്നോ? അതെ അതെ. അതിൽ നിന്ന് ഇപ്പോഴത്തെ ഈ സെഷനുമായിട്ട് നല്ല ചേഞ്ചിങ്, ഇപ്പൊ കുറച്ചുകൂടെ നല്ല ബെറ്റർ ആക്കാൻ മാമിന് അത് സാധിക്കുന്നുണ്ട്. ഇന്നത്തെ സെഷനാണെങ്കിലും പത്തിരിയിൽ നിന്നല്ലേ കുഴച്ചെടുത്ത് അത് നല്ല രീതിയിൽ ചുട്ടെടുത്ത് കഴിക്കുക എന്നുള്ളത് നല്ല സെഷനാണ് ടീച്ചറെ. താങ്ക് യു സോ മച്ച്. ഇനിയും മുന്നോട്ട് പോകട്ടെ, നല്ല സെഷൻ വരാൻ സാധിക്കട്ടെ. താങ്ക് യു നജില മാം. താങ്ക് യു വെരി മച്ച്. മുഹമ്മദ് ഫറൂഖ് സാർ പറഞ്ഞോളൂ. ഫറൂഖ് സാറെ പെട്ടെന്ന് കടന്നു വരൂ. കേൾക്കുന്നുണ്ട്, പറഞ്ഞാലേ കേൾക്കുള്ളൂ. ഇന്ന് ചെയർമാന്റെ സ്ഥാനം പിന്നെ മനോജ് സാർ തട്ടിയെടുത്തോ? പിന്നെ ഹലോ, കേൾക്കുന്നുണ്ട്, പക്ഷെ കാണും കൂടി ചെയ്യട്ടെ. ഒരു മിനിറ്റ്. ഓക്കെ, കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. യെസ്. നമ്മുടെ പിന്നെ കോഫി ടോക്കില് ഇന്ന് എനിക്ക് ഏറെ അഭിമാനം തോന്നിയ ഒരു ദിവസമാണ്. കാരണം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഓരോ അംഗങ്ങള് വോട്ട് ഓഫ് താങ്ക്സ് പറയാന്, വെൽക്കം സ്പീച്ച് പറയാന്, ട്രെയിനിങ് എടുക്കാനൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗം എന്നുള്ള നിലക്ക്, വിശിഷ്യ നമ്മുടെ ശ്രീജന ടീച്ചർ നമ്മുടെ ഈ ഗ്രൂപ്പിലെ, നമ്മളെ കോഫി ടോക്കിലെ ഒരു ചിലങ്കയാണ്. ചിലങ്ക, ഞാൻ അങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്. നമുക്കറിയാം, എവിടെയാണെങ്കിലും ആ കാൽപാദങ്ങളെ ഒന്ന് കിലുക്കി ഓരോരുത്തരെയും ആ പ്രസൻസ് കാണിക്കുന്ന ആ ശ്രീജന
എന്ന സഹോദരി ഇന്ന് എടുത്തത് നല്ലൊരു സെഷൻ ആയിരുന്നു. നമുക്കറിയാം ശ്രീജനെ സംബന്ധിച്ചിടത്തോളം പത്തിരി ഒരു പത്തിരി മാത്രമാണ്. പക്ഷെ ആ പത്തിരി എങ്ങനെയെന്ന് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള ആ കഴിവുണ്ടല്ലോ, അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നമുക്ക് അറിയാം നമ്മുടെ സ്ഫടികം എന്ന ചിത്രത്തില് തനിക്ക് ഇഷ്ടപ്പെട്ട താൻ പ്രതീക്ഷിച്ച ഒരു മകനായില്ല എന്നുള്ളതുകൊണ്ട് തിലകൻ മോഹൻലാലിനെ ക്ഷപിക്കുന്ന സമയത്ത് അതിലെ ആ നടന്റെ പേര് എനിക്കറിയില്ല, ഒരു പള്ളിയിലച്ഛനാണ്, ഒലക്ക എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഒലക്ക എന്ന് പറയുമ്പോ ആ ഭാവം ഒക്കെ കൂടി യഥാർത്ഥത്തിൽ ഒലക്ക എന്നുള്ളത് കൊണ്ട് തന്റെ ആ അച്ഛനെ അല്ലെങ്കിൽ തന്റെ സഹോദരനായ തിലകനെ അല്ലെങ്കിൽ ആ അച്ഛന്റെ സ്ഥാനം അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ അഭിനയിക്കുന്ന തിലകനെ തീർത്തും ആ ഒലക്ക കൊണ്ട് ഒരുപാട് അർത്ഥതലങ്ങളിലേക്ക് നമ്മളെ പ്രേക്ഷകരെ കൊണ്ടുപോകുന്നുണ്ട്. അതേപോലെ പിന്നെ നമ്മുടെ ശ്രീജനക്ക് ഒരു ഒലക്ക കിട്ടിയാലും എന്ത് ചെയ്യും, അത് നമ്മുടെ ഇടയിലേക്ക് അവതരിപ്പിക്കും. അത് ഒലക്കയുടെ പ്രത്യേകത അല്ല, ശ്രീജന ടീച്ചറുടെ പ്രത്യേകതയാണ്. എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു സോ മച്ച്. ലവ് യു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. അടിപൊളി ഫീഡ്ബാക്ക് ആണ്. അംബിയ ടീച്ചറാണ് ഇനി പറയാൻ പോകുന്നത്. ഹാൻഡ് റൈസ് ചെയ്താൽ ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ പറയട്ടെ. ശ്രീജന ടീച്ചറെ, എന്തായാലും താങ്ക് യു എന്നുള്ളൊരു ടോൺ ഉണ്ട്, അത് മാത്രമേ കേട്ടിട്ടുള്ളൂ. ആളെ എപ്പോഴും അത് എന്റെ മനസ്സിലുണ്ട്. അപ്പൊ എന്തായാലും പത്തിരി എന്നുള്ളൊരു സിംബോളിക് റെപ്രസെന്റേഷനുമായിട്ട് വന്ന് വളരെ നല്ല ഒരു ടോപ്പിക് ഷെയർ ചെയ്തു. ഇപ്പൊ പ്ലാൻ ചെയ്യുക, ഗോള് സെറ്റ് ചെയ്യുക, പ്ലാൻ ചെയ്യുക, ആക്ഷൻ, അതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, കുറെ പോയിന്റ്സ്. അപ്പൊ നമ്മൾ എന്നും കേട്ട് പരിചയമുള്ള വേർഡ്സ് ആണെങ്കിൽ കൂടി അത് നന്നായി പ്രസന്റ് ചെയ്യാൻ സാധിച്ചു. അതിൽ അഭിമാനിക്കുന്നു. അപ്പൊ ശ്രീജന ടീച്ചർ നല്ലൊരു ട്രെയിനർ ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കളക്ഷൻ ആയിരുന്നു കേട്ടോ, കളക്ഷൻ ഫോർ പത്തിരി. അപ്പൊ നമ്മൾ പത്തിരിക്ക് വേണ്ട സാധനങ്ങൾ കളക്ട് ചെയ്ത പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ വണ്ടർഫുൾ പെർഫോമൻസ്. ഓക്കെ, ബൈ. താങ്ക് യു ടീച്ചർ, താങ്ക് യു. വിനോദ് സാർ പറഞ്ഞോളൂ. പ്രസന്റേഷൻ ആയിരുന്നു. നമ്മള് ഇതിലിപ്പോ ടീച്ചറ് മറ്റേ അബ്ദുൽ കലാമിനെയും റൊണാൾഡോനെയും അങ്ങനെ സ്റ്റീവ് ജോബ്സ്, അംബാനി ഓരോരുത്തർ ഓരോ കോട്ടും കൂടി ആഡ് ചെയ്തപ്പോ അത് അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കൂടുതൽ ഓർമ്മിച്ചു വെക്കാനുള്ള ഒരു പെട്ടെന്ന് മെമ്മറിയിൽ അത് നിൽക്കും. അത് വളരെ നല്ല ഒരു സെഷൻ ആയിരുന്നു. താങ്ക് യു വിനോദ് സാർ, താങ്ക് യു വെരി മച്ച്. നമ്മുടെ ഫ്ലോറിലെ മാരത്തോൺ റണ്ണർ ഷാദുലി പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്. എന്താ ശ്രീജിന്റെ കുട്ടി ഇത് അടിപൊളി സെഷൻ ആയിട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു പത്തിരി കുഴക്കുന്നത് ലോകത്തിലെ മഹാന്മാരെ സങ്കല്പിച്ചത് ഭയങ്കര ഒരു അത്ഭുതമായിട്ടാ തോന്നുന്നത്. ശരിക്കും നമുക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള നമ്മളെ വീട്ടിലുള്ള ഒരു ചെറിയൊരു സാധനത്തിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ചെറിയൊരു നമ്മളെ ഫുഡ് ആക്കി കഴിക്കുന്ന ഒരു സാധനം അത്രത്തോളം എന്താ പറയാ കമ്പാരിസൺ അല്ലെങ്കിൽ കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെയിനർ ഏറ്റവും വലിയൊരു കഴിവാണെന്നുള്ളത്. അത് നമുക്കത് നല്ല രീതിയിൽ കൺവേ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ ടൈം അപാരാണ്, ആ ടൈമിൻ്റെ ഉള്ളിൽ കറക്റ്റ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും പിന്നെ ആ കാമൻ പോയിട്ടുള്ളൊരു സംസാരവും അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു ഷാദുലി. വളാഞ്ചേരിയിൽ നിന്ന് ദീപു സാർ. താങ്ക് യു സാർ. ശ്രീജിന മാം വളരെ നന്നായിരുന്നു. രാവിലെ തന്നെ അബ്ദുൽ കലാമിനെയും മെസ്സിയും എന്താ പറയാ റൊണാൾഡോയും അങ്ങനത്തെ ആളുകളെ പത്തിരിയിലേക്ക് കണക്ട് ചെയ്ത് തന്നിട്ടുള്ള ഈ സെഷൻ സൂപ്പർ. കൺഗ്രാറ്റുലേഷൻ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ദീപു, താങ്ക് യു. പിന്നെ വോട്ട് ഓഫ് താങ്ക്സിന് ഒരാൾ റെഡി ആയിക്കോ, അതല്ലെങ്കിൽ കിസ് മത്സരത്തിലെ വിന്നർ പറയേണ്ടി വരും. ഓക്കെ, ഇനി ആരാ ഫീഡ്ബാക്ക്? ഒരു പ്രിവിലേജ് ഒരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. അതായത് പിന്നെ ഇത് എനിക്ക് അസൈൻമെന്റ് ആണ്, TWSന്റെ പ്രൊഫഷണലിന്റെ അതിന്റെ അസൈൻമെന്റ് ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ആക്കിയാൽ ഒരു 10-20 ആൾക്കാരെങ്കിലും ഫേസ് വേണം, ഫോട്ടോ വേണം. അപ്പൊ അതൊന്ന് എല്ലാരും ഒന്ന് ഹെൽപ്പ് ചെയ്തിരുന്നത് നന്നായിരുന്നു. ഒന്ന് ഉസ്മാൻ സാർ ഒന്ന് ചെക്ക് ചെയ്യണേ. അതെ ടീച്ചർ പറഞ്ഞത് കേട്ടില്ലേ? ടീച്ചറിന്റെ അസൈൻമെന്റ് ആണ്. അപ്പൊ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനിയും കുറെ ആൾക്കാർ വരാണ്ട് വീഡിയോയിൽ. എല്ലാവരും ഒന്ന് വീഡിയോയിൽ വരിക കേട്ടോ, പ്ലീസ്. തീർച്ചയായിട്ടും ഉണ്ടാവും ടീച്ചറെ, എണ്ണം കൂടുള്ളൂ, കുറയില്ല. അടുത്ത ആൾ പറയും. രാധാകൃഷ്ണൻ സാറിന്റെ ശബ്ദം കേട്ടു.
സാർ അതെ പറയൂ. അതെ അതെ ശ്രീധന മാഡത്തിന്റെ സെഷൻ ആയതുകൊണ്ട് തന്നെ എന്തേലും പറയാൻ പിടിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഡ്യൂട്ടിയിലാണെങ്കിൽ പോലും ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ശ്രീധന മാഡം മറക്കാൻ പറ്റാത്ത ഒരു പേഴ്സണാണ്. കാരണം വെച്ചാൽ ഞാൻ ഈ കോഫി ടോക്കിൽ വരുന്ന ആദ്യത്തെ ദിവസം ശ്രീധന മാഡത്തിന്റെ സെഷൻ ആയിരുന്നു. ഒരു കണ്ണാടിയുമായിട്ടാണ് വന്നിരുന്നത്. ആ കണ്ണാടിയുമായി നമ്മൾ വിസ്മയിപ്പിച്ചു. ഇന്ന് പത്തിരിയുമായി വന്നുകൊണ്ട് നമ്മളെ വീണ്ടും വിസ്മയം സൃഷ്ടിച്ചിരിക്കുകയാണ്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ, താങ്ക് യു സോ കൊതിപ്പിച്ചു. സാറേ ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. ശ്രീജന മാഡത്തിന്റെ ആദ്യത്തെ ക്ലാസ് ഞാൻ കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. കാരണം കോഫി ടോക്കി വന്നിട്ട് അധികമായിട്ടില്ല. അപ്പം ഒത്തിരി നമ്മുടെ എയിം ഗോൾ എങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് ഒരു പത്തിരിയിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്ന മാഡത്തിന് ബിഗ് സല്യൂട്ട്. പിന്നെ ഒത്തിരി ഒത്തിരി നന്നായിട്ടുണ്ട് ക്ലാസ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ നല്ലൊരു ടോപ്പിക് തന്നെ. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഈ എടക്കരാന്ന് വരുന്ന മാം ബാലുശ്ശേരി ആണെന്നും പറഞ്ഞു. നിലമ്പൂരല്ല, എടക്കര എന്ന് പറയുന്നത് ഞാൻ സ്കൂളിൽ അല്ല അത്തോളി ഉള്ളേരി ആ ഭാഗത്തൊരു എടക്കര ഉണ്ട്, ബാലുശ്ശേരിക്ക് അടുത്ത്, കോഴിക്കോട് ജില്ലയില്. ഞാൻ ബാലുശ്ശേരിയാണ് ഡിഗ്രി പഠിച്ചത്, കോളേജ് ഓഫ് ഇംഗ്ലീഷില്. അപ്പൊ ആ സ്ഥലപ്പേര് അങ്ങനെ കേട്ടിട്ടില്ല. അപ്പൊ എടക്കര നിലമ്പൂരിൽ നിന്ന് വന്നു, അതുകൊണ്ടാ. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, ലിജിമോൾ ടീച്ചർ. സാറേ ഞാൻ ലാസ്റ്റ് ആണ് കയറിയത്. ലാസ്റ്റ് പോയിന്റ് പറയുന്ന സമയത്ത് എന്തായാലും ആ കേട്ടത് വെച്ച് നോക്കുമ്പോൾ അടിപൊളിയായിരുന്നു, കിടിലൻ സെഷൻ ആയിരുന്നു. എനിക്ക് ആ മുഴുവൻ കേൾക്കാൻ കഴിയാത്തതിലുള്ള വിഷമമുണ്ട്. പള്ളി പോയതായിരുന്നു, ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ഓക്കെ ശ്രീജിന മാം, ഓക്കെ, കൺഗ്രാജുലേഷൻ. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു ലിജി, താങ്ക് യു സോ മച്ച്, ലവ് യു. താങ്ക് യു ലിജിമോൾ ടീച്ചറെ, താങ്ക് യു. മനോജ് സാർ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. സീന മാം, ഇന്ന് ഫ്ലോറിലെ ഏറ്റവും ആദ്യം കയറിയ സീന മാം പറയട്ടെ. സൺഡേ മാത്രമാണ് കയറാൻ കഴിയുന്നത്, ട്യൂഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. ഏതായാലും ഇന്നത്തെ സെഷൻ വണ്ടർഫുൾ സെഷൻ തന്നെയായിരുന്നു ശ്രീജിന മാമിൻ്റെത്. അതേപോലെ തന്നെ ഈ ഒരു സെഷൻ കേട്ടപ്പോൾ പത്തിരി എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ കണക്ഷൻ അല്ലെ, പേഴ്സണൽ ലൈഫിലുള്ള എക്സ്പീരിയൻസ് പറയാണ്. പത്തിരി എനിക്ക് എന്നൊരു വില്ലൻ പോലെയായിരുന്നു. കാരണം മാരേജ് കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫുഡ് ഐറ്റം പത്തിരിയായിരുന്നു. വേറൊരു ഇതും ഇല്ലായിരുന്നു. നമ്മള് വീട്ടിൽ നിന്ന് ഒരു ദിവസം പത്തിരിയാണ്, പുട്ട്, അങ്ങനെ ദോശ, അങ്ങനെ വെറൈറ്റി ആയിട്ട് കഴിച്ചു വന്ന് ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഈ പത്തിരി എന്നും ഇവർക്കൊരു, ഞാനെപ്പോഴും പറയും, ഞങ്ങളെല്ലാവരും, രണ്ട് ഏട്ടമ്മമാരുണ്ട്, അവരും പറയാം അവിടുത്തെ ദേശീയ വിഭവമാണ്. എവിടെ പോകുമ്പോൾ തിരക്കിൽ നമ്മൾ എവിടെയും പോവാണ്ട് നമ്മൾ വേറെ എന്തെങ്കിലുമാണ് പല വീടുകളിലും ഉണ്ടാക്കുക. പക്ഷെ ഇവിടെ പത്തിരി തന്നെ വേണം. പത്തിരി തിന്നാ പത്തടി നടക്കാമെന്നൊക്കെയാണ് ഇവിടുത്തെ അമ്മയുടെ ഒരു വാദം. അങ്ങനെയുള്ള രീതിയിൽ വന്നപ്പോൾ എനിക്കാണെങ്കിൽ സത്യം പറയണ പത്തിരി ചുടാൻ അറിയില്ല. ചേച്ചിയും അമ്മയാണ് കിച്ചണിൽ ഉണ്ടാവുക. ഞാൻ മുറ്റടിക്കല്, ക്ലീനിങ് സെഷനാണ് ഞാൻ കൂടുതൽ കൈകാര്യം ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ശരിക്കും എനിക്കൊരു ടാസ്ക് തന്നെയാണ്. പിന്നീട് അത് പഠിച്ചെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പഴയ ഓർമ്മയിലേക്കൊക്കെ ശ്രീജിന മാം കൊണ്ടുപോയി എന്നുള്ളത് വളരെ സത്യ. ഇപ്പോഴും പലരും എന്തെങ്കിലും നമ്മൾ ഒരുമിച്ച് കൂടുന്ന അവസരത്തിൽ ഒരു 2 മാസം മുന്നേ തന്നെ ഒരു ഏടത്തമ്മയാ തോന്നുന്നു പറഞ്ഞിട്ടുണ്ട്, സീനയ്ക്ക് ഇവിടെ വന്നപ്പോൾ പത്തിരി ചുടാൻ അറിയില്ലായിരുന്നു. എന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതിപ്പോഴും പഠിച്ചിട്ടാണെങ്കിൽ പോലും ഇപ്പോഴും അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ എനിക്ക് ഓർമ്മ വന്നു. ഈ പത്തിരി എന്നുള്ള ഈ ഒരു ടേമിലൂടെ മാം എന്തൊക്കെ കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നു എന്നുള്ളതാണ്. വളരെ നല്ല വാല്യുബിൾ പോയിന്റ്സ് നമ്മുടെ ലൈഫായിട്ട് കണക്ട് ചെയ്ത് പത്തിരി. ഇത് മാത്രമല്ല കേട്ടോ, ശ്രീജന മാമിന്റെ പല ക്ലാസ്സുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. കത്രികയാണ് ഞാൻ ആദ്യമായിട്ട് കേട്ട ക്ലാസ്. ഇവിടെ ആ കത്രിക അത് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, അല്ലെ, കുറച്ച് മുൻപ് എടുത്ത ക്ലാസ്. അതും ഇതുപോലെ തന്നെ. അപ്പൊ എനിക്ക് എപ്പോഴും തോന്നുന്നത് പല വെറൈറ്റി ടോപ്പിക്കുമായിട്ട് വരുന്ന ആളാണ്. ആ ടോപ്പിക്കിൽ നിന്നുകൊണ്ട് വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മുടെ ലൈഫായിട്ട് കണക്ട് ചെയ്ത് പറയുന്ന ഒരു കഴിവ് കൂടെ മാമിനുണ്ട്. അത് വളരെ പ്ലസ് തന്നെയാണ്. ഏതായാലും ഇന്നത്തെ സെഷനും മനോഹരമാക്കി. കൺഗ്രാറ്റുലേഷൻ. ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു സീന ടീച്ചർ, താങ്ക് യു വെരി മച്ച്. അടുത്ത ഫീഡ്ബാക്ക് ആരാണ്? പത്തിരിയെ കുറിച്ചൊരു സെഷൻ എടുത്ത ടീച്ചർക്ക് അടുത്ത ഫീഡ്ബാക്ക് ആരാ പറയുന്നത്? ഞാൻ പറയട്ടെ സാറേ.
പറഞ്ഞോളൂ. ഹായ് ശ്രീജന മാഡം. പത്തിരിയുടെ പൊടിയായിട്ട് വന്നിട്ട് ആ പത്തിരി അങ്ങനെ പൊടി വാട്ടി കുഴച്ചു ബോളാക്കി പിന്നെ അത് പത്തിരിയാക്കി ഞങ്ങളെ കഴിപ്പിച്ചു. മാഡം വളരെ സൂപ്പർ സെഷൻ കേട്ടോ. മാഡം ഒത്തിരി ഉണ്ട്. ഇനിയും ഉയരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ശ്രീജന മാം, ഗുഡ് മോർണിംഗ് മനോജേട്ടാ, സമയമുണ്ടോ? പറഞ്ഞോളൂ. ശ്രീജന മാം, ഗംഭീര സെഷൻ ആയിരുന്നു. ഇന്നൊരു വെറൈറ്റി ഒരു സ്റ്റൈലിലാണല്ലോ വന്ന് ഇരിക്കണേ. ഗംഭീര സെഷൻ ആയിരുന്നു, അടിപൊളി. പിന്നെ എന്തായാലും ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കണം. മാത്രമല്ല ഒരു വെറൈറ്റി ത്രെഡായിട്ടാണ് യഥാർത്ഥത്തിൽ ശ്രീജന എപ്പോഴും വരിക. കത്രിക, ഇങ്ങനെ പത്തിരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളുണ്ട്. അതൊരു ഭയങ്കര സംഭവമാണ് കേട്ടത്. അടിപൊളി, വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ട് അവതരിപ്പിച്ചു. താങ്ക് യു ശ്രീജന വെരി മച്ച്. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് ശ്രീജന മാം. നിങ്ങൾ തന്നെ ഒരു സ്റ്റീവ് ജോബ്സ് ആണ് മനസ്സിലാക്കിയത്. ഇന്നത്തെ ഈ സെഷന് വേണ്ടിയിട്ട് ഒരുക്കം തന്നെ ഒരു സ്റ്റീവ് ജോബ്സ് ആണല്ലോ. ചെറിയ ഇതിൽ തുടങ്ങിയിട്ട്, അതായത് എന്താ പറയുക, ഒരു പത്രിയിൽ നിന്ന് തുടങ്ങിയിട്ട് വലിയ ഇന്റർനാഷണൽ ലെവലിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുത്തു. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രോഗ്രാം, അതേപോലെ തന്നെ ഇന്നലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ വേണം, എന്തൊക്കെ കാര്യങ്ങൾ അതിന് നടത്തണം എന്നെ, അതായത് ഒരിക്കലും ലേറ്റ് ആകരുത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ നാളെ രാവിലെ എനിക്ക് റെക്കോർഡിംഗ് വേണം, മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണം, ഇതെന്റെ അടുത്തതിലേക്ക് പോകണ്ടെന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾ തന്നെ സ്റ്റീവ് ജോബ്സ് ആണ്, ഒരു ലീഡറാണ്. എന്തായാലും വളരെ സന്തോഷം. സൂപ്പർ ക്ലാസ് ആയിരുന്നു, അടിപൊളി. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഉസ്മാൻ ഭായ്, താങ്ക് യു. അടുത്തതാരാ? ബേബി മാസ്റ്റർ ഈ സെഷൻ കേട്ടില്ലേ മുഴുവനായിട്ട്? എന്തൊന്നും പറയാത്തത്? സാറേ, ഞാൻ ആബ്സെന്റ് ആയിരുന്നു സത്യത്തിൽ. ഞാൻ തൊട്ട് നേരത്തെയാണ് കയറിയത്. കാരണം എനിക്ക് എമർജൻസി ആയിട്ട് കോഴിക്കോട് വരെ പോകേണ്ടി വന്നു. എൻ്റെ ഒരു കസിൻ ബ്രദർ അവിടെ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അവർക്ക് കുറച്ച് ഡ്രസ്സ് കൊണ്ടു കൊടുക്കാണ്ട് പോയി. ഞാൻ ഇപ്പം തിരിച്ചു വന്നതേ ഉള്ളൂ. സോറി. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ സാറുമാർ എന്താണ് പണിഷ്മെന്റ് കൊടുക്കുക സ്റ്റുഡൻസിന്? അതേപോലെ ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ ഫീഡ്ബാക്ക് പറയാൻ? ഗുഡ് മോർണിംഗ്. ഞാൻ നമ്മുടെ ഷാഹിദ ടീച്ചർ ഉണ്ടല്ലോ. ടീച്ചർ എന്താ മിണ്ടായിരിക്കുന്നത്? ടീച്ചറെ പത്തിരി ഉണ്ടാക്കുകയാണോ? അല്ല മനോജ് സർ, എനിക്ക് തുടക്കൊന്നും കിട്ടിയില്ല. കുറച്ച് മാത്രം 2-3 സംഭവങ്ങൾ മാത്രം കിട്ടി. അപ്പൊ ഞാൻ ഇടയ്ക്ക് പറയാതിരുന്നു. എന്താണോ കിട്ടിയത് അത് ഞാൻ പറയാം. ശ്രീജന ടീച്ചറെ, ഞാൻ എല്ലാരും റിവ്യൂ കേട്ടിട്ട് പറയാം. ക്ലാസ് അടിപൊളിയായി. ടോപ്പിക് പത്തിരിയാണ് എന്നുള്ളത് മനസ്സിലാക്കി. അതിന്റെ കഴിവ് ശ്രീജന ടീച്ചർക്ക് മാത്രമേ ഉള്ളൂ. കടുക്, ചപ്പല്, കണ്ണാടി, പത്തിരി, ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കേട്ടതെല്ലാം അടിപൊളിയായിരുന്നു. ഒന്നും പറയാനില്ല. ശ്രീജന ടീച്ചർക്ക് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ. ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് കുതിച്ചു വരുന്ന ഒരു ട്രെയിനർ ആവട്ടെ എന്ന് മാത്രം. പ്രാർത്ഥനകളും സ്നേഹവും. താങ്ക് യു. സൂപ്പർ. അപ്പൊ നമുക്ക് ഇനി ആരും ഫീഡ്ബാക്ക് പറയാനില്ലാത്തത് കൊണ്ട് അടുത്ത ശിവദാസ് സാർ എന്തോ പറയാൻ വന്നിരുന്നു. ശിവദാസ് സാർ എന്തോ പറയാൻ. ശിവദാസ് സാർ പറഞ്ഞോളൂ. ശിവദാസ് സാർ പറഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ ഇനി. ഗുഡ് മോർണിംഗ്. ശ്രീജന ടീച്ചറുടെ കാര്യം പ്രത്യേകിച്ച് പറഞ്ഞല്ലോ. കാരണം വ്യത്യസ്തമായ ഓരോ സബ്ജക്റ്റുമായിട്ടാണ് എപ്പോഴും വരിക. അപ്പം അതുപോലെ തന്നെ ഒരു വ്യത്യസ്തത ഇന്നത്തെ ട്രെയിനിങ്ങിൽ ഉണ്ടായിരുന്നു. നല്ലൊരു സെഷൻ ആയിരുന്നു. മുന്നോട്ട് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ശിവദാസ് സാർ. സാർ തിരക്കിനിടയിലും ശ്രീജന ടീച്ചറുടെ ഫീഡ്ബാക്ക് പറഞ്ഞു. സന്തോഷം. അടുത്തത് ഇനി ആരും ഇല്ലാന്ന് തോന്നുന്നു അല്ലെ? കുറെ പേര് കാഴ്ചക്കാരായിട്ട് നിൽക്കുന്നു, ഫീഡ്ബാക്ക് ഒന്നും പറയാതെ. അത് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ക്യൂസിലേക്ക് കടക്കാം. ഇതുവരെയുള്ള സ്കോർ നമുക്കൊന്ന് നോക്കാം. എല്ലാവർക്കും 100 പോയിന്റ്സ് ആണ്. കബീർ സാർ, രഞ്ജിത് മരം. അപ്പൊ ഇന്നത്തെ പോയിന്റ് ഇവരിൽ ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ, 100 പോയിന്റ് ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇവർ സ്റ്റാർ ഓഫ് ദ വീക്ക് ആയിരിക്കും. ഓക്കെ, ഇന്നത്തെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. ചോദ്യം ഞാൻ പറയാം. ചാറ്റ് ബോക്സിലൂടെ മാത്രം നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. ഇന്നത്തെ ടോപ്പിക് നിങ്ങളൊക്കെ കണ്ടില്ലേ? ടോപ്പിക് ഇംഗ്ലീഷിൽ എന്താണ്? ഒരു മിനിറ്റ്.
ഇന്നത്തെ ടോപ്പിക് വെച്ചിട്ട് അതിന്ന് എത്ര ഇംഗ്ലീഷ് വേർഡ്സ് ഉണ്ടാക്കാം എന്ന് നോക്കിയാൽ മതി. ആക്ട് ലൈക്ക് എ പത്തിരി, അതിൽ നിന്ന് എത്ര ഇംഗ്ലീഷ് വേർഡ്സ് ഉണ്ടാക്കാം. സ്റ്റാർട്ട് പറയുമ്പോൾ മാത്രം സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം സ്റ്റോപ്പ് പറയുമ്പോൾ നിർത്തണം. അതിനുള്ളിലുള്ള മെസ്സേജുകളെ നോക്കുള്ളൂ. നിങ്ങൾക്ക് അതിന് ഇഷ്ടമുള്ള ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കാം. ജസ്റ്റ് വേണമെങ്കിൽ നോട്ട് ചെയ്ത് ആക്ട് ലൈക്ക് പത്തിരി. അതിന് സ്റ്റാർട്ട് ഞാൻ പറഞ്ഞാൽ മാത്രം, ചാറ്റ് ബോക്സിൽ സ്റ്റാർട്ട് പറഞ്ഞാൽ മാത്രമേ വേർഡ്സ് ടൈപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അതിനു മുമ്പ് ചെയ്യണ്ട. സ്റ്റോപ്പ് പറഞ്ഞാൽ നിർത്താൻ വേണം. അതിനിടയ്ക്ക് എത്ര മെസ്സേജ് ആണ് വരുന്നത് അവരെ മാത്രമേ പരിഗണിക്കുള്ളൂ. ഓക്കെ, ആക്ട് ലൈക്ക് എ പത്തിരി എന്നുള്ള ടോപ്പിക് അത് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര ഇംഗ്ലീഷ് വേർഡ്സ് ഉണ്ടാക്കാൻ സാധിക്കും. യു ക്യാൻ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ടൈപ്പ് ചെയ്തതിൽ കാണാം. ഓക്കെ, സ്റ്റാർട്ട് ഇനി ടൈപ്പ് ചെയ്തോളൂ. നിങ്ങൾ എത്ര ഇംഗ്ലീഷ് വാക്കുകൾ നിങ്ങൾക്ക് പറ്റും അത് ടൈപ്പ് ചെയ്യാം. എണ്ണല്ല ചോദിച്ചത്, നോ 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 നോ, എണ്ണല്ല, സോറി, എണ്ണമല്ല. എത്ര ഇംഗ്ലീഷ് വാക്കുകൾ സ്റ്റാർട്ടിലേക്ക് ആ ടോപ്പിക് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, എത്ര ഇംഗ്ലീഷ് വേർഡ്സ് അത് എഴുതണം, എണ്ണമല്ല. എഴുതിക്കോ. അതിൽ എത്ര വേർഡ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നമ്പറാണ് എല്ലാവരും എഴുതുന്നത്. അതിൽ നിന്ന് ആ പത്തിരിന്ന് PATHIRI അല്ലെങ്കിൽ STA സ്റ്റാർട്ട്, അതിൽ നിന്ന് എത്ര വേർഡ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ചാറ്റ് ബോക്സിൽ വരാണ്ടാണോ ആരും ചെയ്തിട്ടില്ലേ? ഹലോ, ചോദ്യം ക്ലിയർ അല്ലേ ശ്രീജൻ ടീച്ചറെ? ഓക്കെ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ. ഞാൻ ഒരു മിനിറ്റ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വീണ്ടും സമയം തരാം. ഞാൻ നേരത്തെ സമയം തന്നതാണ്. സ്റ്റാർട്ട് ശ്രീജന ടീച്ചർ എഴുതി. വേറെ ആരും എഴുതിയിട്ടില്ലല്ലോ. ആക്ട് ലൈക്ക് എ പാറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ, പാറ്റ്. ഞാൻ സ്റ്റോപ്പ് എഴുതിയാൽ അപ്പോ നിർത്തണം കേട്ടോ. ഓക്കെ, ഒന്ന് നോക്കാം, ആൻസർ ഒന്ന് നോക്കാം. ഓക്കെ, 1 മിനിറ്റ് ആൻസർ ഒന്ന് നോക്കിക്കോട്ടെ. ആക്ട്സ് ലൈക്ക് എ പാറ്റ്. ടീച്ചർ തൽക്കാലം വിൻ ചെയ്യണ്ട. ആക്ട്സ് ലൈക്ക് എ പാറ്റ് പത്തിരി പാത്ത് ടാപ്പ് ടു റാറ്റ് ആർട്ട്. ഓക്കെ, ഇന്നത്തെ വിന്നർ ഏറ്റവും കൂടുതൽ വേർഡ്സ് ടൈപ്പ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ലിജിമോൾ ടീച്ചറാണ്. ഓക്കെ, ശ്രീജന ടീച്ചർ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് അതേപോലെ കുറച്ച് കോപ്പി ചെയ്തിട്ടുണ്ട്. അത് പറ്റില്ല. ആക്ട് ലൈക്ക് എന്നൊക്കെ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നു. ടീച്ചർ തൽക്കാലം വിന്നർ ആവണ്ട. ഇന്ന് ടീച്ചർ ട്രെയിനിങ് എടുത്തിട്ടുള്ളല്ലേ, ഇന്ന് ടീച്ചർ വിന്നർ ആവണ്ട. ലിജിമോൾ ടീച്ചറാണ് ഇന്നത്തെ വിന്നർ. കൺഗ്രാറ്റുലേഷൻ ടു ലിജിമോൾ ടീച്ചർ. അപ്പോ ഇന്ന് എല്ലാവരും തന്നെയാണ് അല്ലെ, 100 പോയിന്റ് ആണ് എല്ലാവർക്കും. അപ്പോ നമുക്ക് സ്റ്റാർ ഓഫ് ദ വീക്ക് നാളെ തീരുമാനിക്കാം. നാളെ അവർക്ക് വേണ്ടിയിട്ടൊരു ചോദ്യം ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ട്രെയിനിങ് സെഷൻ നമുക്കിവിടെ അവസാനിപ്പിക്കാൻ. വോട്ട് ഓഫ് താങ്ക്സ് ആരാ പറയുന്നത്? വോട്ട് ഓഫ് താങ്ക്സ് ഇന്നത്തെ വിന്നറാണ് പറയേണ്ടത്. ലിജിമോൾ ടീച്ചറാണ് പറയേണ്ടത്. ടീച്ചറെ വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞോളൂ. ഒന്ന് പോസ്റ്ററൊക്കെ നോക്കിക്കോ. ട്രെയിനർ ശ്രീജന ടീച്ചറാണ്, ചെയർമാൻ മുജീബ് സാറാണ്, പിന്നെ ഓക്കെ, യു ക്യാൻ പ്രൊസീഡ്. ഞാനൊന്ന് ഇത് നോക്കട്ടെ കേട്ടോ, വാട്സപ്പ് നോക്കട്ടെ കേട്ടോ. ഒന്നുമില്ല, ട്രെയിനർ ശ്രീജന ടീച്ചർ, ചെയർമാൻ മുജീബ് സാർ, പിന്നെ എല്ലാരും അറിയുന്നതല്ലേ. ഓക്കെ ഓക്കെ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഇത് സെഷൻ ഞാൻ മുഴുവൻ കേട്ടിട്ടില്ല, എങ്കിലും ലാസ്റ്റ് ഭാഗം വെച്ച് കേട്ടു. വളരെ നന്നായിരിക്കുന്നു. ഇന്നത്തെ ചെയർ കൈകാര്യം ചെയ്ത നമ്മുടെ മുജീബ് സാറിന് ഏറെ സന്തോഷത്തോടുകൂടെ നന്ദി അറിയിക്കുകയാണ്. അതേപോലെ നമുക്കറിയാം, ഇന്ന് നല്ലൊരു വിഭവമായി വന്ന് എല്ലാവരെയും കയ്യിലെടുത്ത ശ്രീജന ടീച്ചറിന് ഏറെ സന്തോഷത്തോടുകൂടെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ ഈ ചെയറിലെ എല്ലോ പ്രസിഡന്റ് ആയിരിക്കുന്ന അമ്പിളി മാമിനും അതേപോലെ തന്നെ നിതിൻ സാറിനും വളരെ സ്നേഹത്തോടു കൂടെ തന്നെ നന്ദി പറയുന്നു.
ഇതിന്റെ കോർഡിനേറ്റേഴ്സ് ആയിരിക്കുന്ന ഹിഷാം സാറ്, ശ്രീജിത്ത് സാറ്, രേഖ മാമ്, മുജീബ് സാറ് ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ്. പിന്നെ നമുക്കറിയാം ചിരി, ചിന്ത, വിജ്ഞാനവുമായിട്ട് നമ്മുടെ ഈ ഫ്ലോറ് കീഴടക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മനോജ് സാറിന് ഏറെ സ്നേഹവും സന്തോഷവും നന്ദി അറിയിക്കുന്നു. രാവിലത്തെ തിരക്കില് വിവിധങ്ങളായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇതില് എത്തിച്ചേർന്നിരിക്കുന്ന ഇതിന്റെ ഈ ഒരു സെഷൻ ഏറ്റവും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഇതിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും സ്നേഹവും സന്തോഷവും നന്ദി അറിയിക്കുന്നു. പിന്നെ ഈ ഒരു സെഷൻ നമുക്കറിയാം നിലമ്പൂർ ഡാഫോഡിൽസും വളാഞ്ചേരി റോയലും വളാഞ്ചേരി റോയൽസിന്റെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു സെഷൻ ഓരോ ദിവസവും ഇവിടെ മുന്നോട്ട് പോകുന്നത്. അവർക്കും ഏറെ സ്നേഹവും സന്തോഷവും നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തികച്ചും യാദൃശ്ചികമായി രാവിലെ കയറി വന്ന് നമുക്ക് വിന്നർ ആവാനും ഒക്കെ സഹായിച്ചു. അതിനും ഏറെ സ്നേഹവും സന്തോഷവും നന്ദി അറിയിക്കുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും സ്നേഹവും സന്തോഷവും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മനസ്സാറേ ഒരു താങ്ക് യു ഞാൻ സ്പെഷ്യൽ ആയിട്ട് ലിജിമോൾ ടീച്ചർക്ക് കൊടുക്കുകയാണ്. ടീച്ചറാണ് എന്നെ ഈ കോഫി ടോക്കിലേക്ക് കൊണ്ടുവന്നത്. ഞങ്ങള് ക്ലാസ്മേറ്റ്സ് ഹൈസ്കൂൾ ബാച്ചുകാരാണ്. ഓക്കെ, താങ്ക് യു. അതാണ് ടീച്ചർമാരുടെ ഒരു കഴിവ്, അങ്ങനെയാണ് മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. എല്ലാ ടീച്ചർമാരോടുമുള്ള സ്നേഹവും സന്തോഷവും ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ പത്തിരിയെ കുറിച്ച് ടീച്ചർ, നമ്മുടെ ശ്രീജന ടീച്ചർ വളരെ വളരെ ഭംഗിയായിട്ടൊരു സെഷൻ എടുത്തു. പത്തിരിക്ക് വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലെങ്കിലും അതിന്റെ ആ മൃദുലത അല്ലേ ടീച്ചർ, അതിന്റെ സൗന്ദര്യം അതാണ്, മൃദുലതയാണ്. ജീവിതത്തിലും ആഡംബരങ്ങളെക്കാൾ നല്ലത് ലളിതമായ പെരുമാറ്റവും സ്നേഹമാണെന്നുള്ളൊരു ഒരു പാഠം കൂടെ പത്തിരി നൽകുന്നുണ്ട്. അതുപോലെ ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ കിട്ടാത്ത സ്വാദ് എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ കിട്ടും ഇല്ലേ? അവര് മറ്റുള്ളവരുമായി ഒത്തുചേർന്ന് പോകുമ്പോൾ ജീവിതത്തിന് അതുപോലെ തന്നെ സ്വാദ് കൂടും. പത്തിരിക്ക് സ്വന്തമായി വലിയ മണമോ രുചിയോ ഒന്നുമില്ല, പക്ഷെ അത് ഏത് കറിയോടും, ചിക്കൻ ആയിക്കോട്ടെ, മുട്ട ആയിക്കോട്ടെ, കടല ആയിക്കോട്ടെ, ഏത് കറിയോടും അത് വളരെ വേഗം ഇണങ്ങിച്ചേരും. ജീവിതത്തിലും നമ്മൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാനും ആളുകളുമായി ഇണങ്ങിച്ചേരാനും പഠിക്കണമെന്നുള്ള ഒരു സന്ദേശം കൂടെ ഈ ടീച്ചറുടെ വിലയേറിയ സെഷൻ നൽകുന്നുണ്ട്. കോഫി ടോക്ക് 7 AM ട്രെയിനിങ് പ്രോഗ്രാം ഹോസ്റ്റഡ് ബൈ JCN നിലമ്പൂർ ഗോൾഡൻ വാലി ഡഫോഡിൽസ് ആൻഡ് വളാഞ്ചേരി റോയൽസ് ഹിയർ അർജന്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ടീച്ചർ, അടിപൊളി സെഷൻ. താങ്ക് യു മനോജ് സാർ, താങ്ക് യു ശ്രീജന. Thank you so much. Thank you all. Bye.